സ്കൂളിലേക്ക് നമ്മൾ നമ്മുടെ കുട്ടികളെ വിടുന്നത്, മദ്രസയിലേക്കൊക്കെ വിടുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ കുട്ടികളുടെ ടോട്ടലി ഉള്ള ഒരു ബ്രോഡനിങ് അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, വിശാലാർത്ഥത്തിലുള്ള ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. സ്കൂൾ സിസ്റ്റത്തിൽ സാധാരണ പഴയ കാലത്തുണ്ടായിരുന്ന സിസ്റ്റത്തിൻ്റെ പേര് ട്രഡീഷണൽ സ്കൂൾ സിസ്റ്റം എന്നാണ്. ഈ ട്രഡീഷണൽ സ്കൂൾ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടായത് തന്നെ അധ്യാപകർ കുറച്ച് ക്ലാസ് എടുക്കുന്നു, ഭയപ്പെടുത്തി ഇരുത്തുന്നു, എന്നിട്ട് പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം എക്സാമിനേഷൻ സംഘടിപ്പിക്കുന്നു. അതിൽ കുട്ടികൾ മനഃപ്പാഠമാക്കി എഴുതി തയ്യാറാക്കുന്നു. അവരുടെ ഓർമ്മശക്തി എത്രത്തോളം പ്രതിഫലിപ്പിക്കാൻ പറ്റുമോ അതിനെ നമ്മൾ പ്രതിഭ എന്ന് വിളിക്കുന്നു. ആ വിളിയുടെ പേരാണ് സ്കൂളിംഗ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. അതാണ് ട്രഡീഷണൽ സ്കൂൾ സിസ്റ്റം. അതൊരു സിസ്റ്റമാണ്, ഇന്നും പലയിടത്തും നടക്കുന്ന ഒരു സിസ്റ്റം. ഇത്തരം സ്കൂളുകളുടെ പ്രാതിനിധ്യം എന്തിനാണ്? ആ ട്രഡീഷണൽ സിസ്റ്റത്തിൽ നിന്ന് ഒന്നും കൂടി വ്യത്യസ്തമായി സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ്. ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ പാരമ്പര്യം എന്നാണ്. നമ്മളിന്ന് ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. AI യുഗം എന്ന് പറയും. ഇന്ന് AIയെക്കുറിച്ച് പറയുമ്പോൾ ഭയപ്പാടോടു കൂടിയാണ് ഞാനും നിൽക്കുന്നത്. AIയുടെ ലോകത്തിലെ റിസർച്ച് സെൻറ്ററിൻ്റെ ഒരു റിസർച്ച് സ്കോളർ ഇന്ന് ഭയപ്പാട് കൊണ്ട് രാജിവെച്ച ദിവസത്തിലാണ് ഞാൻ ഈ സംസാരം നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്നലെ അദ്ദേഹം AIയുടെ റിസർച്ച് സെൻറ്ററിൽ നിന്നും രാജിവെച്ചു. മനുഷ്യരാശി ഇങ്ങനെ പോയാൽ മനുഷ്യനല്ലാതെയായി വെറും യാന്ത്രികമായി മാറുമത്രേ. അത് ഭയന്നിട്ടാണ് ഇന്നലെ അദ്ദേഹം രാജിവെച്ചത്. ഇന്ന് പത്രത്തിലെ അല്ലെങ്കിൽ മീഡിയകളിലെ വലിയൊരു ന്യൂസ് അതാണ്. ഗ്ലോബലി ലോകത്തിൽ ഏറ്റവും വലിയ ന്യൂസായി ഇന്നത് മാറിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഭൗതികതയുടെ അങ്ങേത്തല എന്ന് പറഞ്ഞ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും ഒക്കെ കൊണ്ട് നടന്ന് മനുഷ്യനെ എലിമിനേറ്റ് ചെയ്യുന്ന, മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ലോകം കുതിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നല്ലതാണ്, ഒരുപാട് ഉപകാരങ്ങൾ അതുകൊണ്ടുണ്ട്. ഈ 2025 വരെ ലോകത്തിൽ ആകെ 30% ജോലി മാത്രമേ ഇൻട്രഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. 30% ജോലി മാത്രമേ ലോകത്തിൽ ഇന്നേ വരെ ഇറങ്ങിയിട്ടുള്ളൂ. ഇനി ബാക്കി 70% ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ രംഗപ്രവേശനത്തിന് ശേഷം പുതിയ ജോലികൾ ഈ ലോകത്തിൽ വരാൻ പോവാൻ, 70% കൂടാൻ പോവാൻ. അങ്ങനെയുള്ള കുറേ നന്മകൾ അതുകൊണ്ടുണ്ട്. എന്നിട്ടും 2025 ഈ ഫെബ്രുവരി, ഇന്നിപ്പോൾ 2-3 ഒക്കെ ആയെങ്കിലും ഫെബ്രുവരി 1-ാം തീയതി എന്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു? മാനവരാശിയുടെ പ്രകൃതം മാറിപ്പോകുന്നു. എല്ലാവരും യന്ത്രവൽകൃത മനുഷ്യനായി മാറുന്നു. ബുദ്ധിശക്തി അമിതമായി ഉപയോഗിച്ച് വൈകാരികത നഷ്ടപ്പെട്ടു പോകുന്നു. എല്ലാവരോടുള്ള ബന്ധങ്ങളും നഷ്ടപ്പെട്ട് വെറും ഒരു യന്ത്രത്തിൻ്റെ അപ്പുറത്തേക്ക് മാറുന്ന മനുഷ്യരുണ്ടാകാൻ പോകുന്നു എന്ന വ്യാകുലതയിൽ നിന്നാണ് 2 ദിവസം മുമ്പ് അദ്ദേഹം, അല്ലെങ്കിൽ ഇന്നലെ അദ്ദേഹം രാജിവെച്ചത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് 2 സ്ട്രീമുകളാണ്. ഒന്ന്, ഈ പാരമ്പര്യത്തെ മുഴുവൻ വിട്ടുകൊണ്ട് അതീവമായ കുതിപ്പിലൂടെ പോയി ലോകം തന്നെ ഒരാളിലേക്ക് ഉറ്റുനോക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നു എന്നറിഞ്ഞുകൂടാ, എന്നാലും ചിലത് മനസ്സിലാകായിക വന്നാലും മനസ്സിലായിക്കോളുമെന്ന് വിചാരിക്കുന്നു. എലോൺ മാസ്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യനിലേക്ക് ലോകം ഉറ്റുനോക്കുന്നു. ലോകത്തിൻ്റെ ഭരണാധികാരികളും ഉറ്റുനോക്കുന്നു. ഒരു പക്ഷേ അമേരിക്കയുടെ പ്രസിഡന്റിനെ 2-ാം പ്രാവശ്യവും കൊണ്ടുവന്നത് എലോൺ മാസ്ക് ആണ് എന്നുവരെ ലോകം പറഞ്ഞു വെക്കുന്നു. ഭൗതികതയുടെ അങ്ങേ തലയിലേക്ക് ലോകത്തെ കൊണ്ടുപോകാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നു. സ്പേസിലേക്ക് ആളെ വിട്ടിട്ട് ഏകദേശം മാസങ്ങളായി. സുനിത വില്യംസും കൂട്ടുകാരനും പോയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. ഇത്രയും മാസങ്ങളായിട്ടും തിരിച്ചു വരാൻ കഴിയാതെ അവർ എയറിൽ കുടുങ്ങിയിരിക്കുകയാണ്. തിരിച്ചു വരാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇനി തിരിച്ചു കൊണ്ടുവരും. എലോൺ മാസ്കിൻ്റെ പേടകം പോയിട്ട് അത് ലോകം ഉറ്റുനോക്കുന്ന ഒരു സമയം അതിവിദൂരത്തല്ല. കാരണം ലോകത്തിൽ എവിടെ കുടുങ്ങിയാലും ഞാനൊരു സംരക്ഷകനായിട്ടുണ്ട് എന്ന് എലോൺ മാസ്ക് ലോകത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ്
ഒരുപക്ഷെ തന്ത്രപരതയിൽ അവിടെ കുടുക്കിയിട്ടുണ്ടാവുക എന്ന് പോലും വാർത്തകൾ പുറത്തേക്ക് വരുന്നു. ഞാൻ പറയുന്നത്, ഒരു ഭാഗത്ത് മനുഷ്യനല്ലാതെയായി മാറുന്നു. എലോൺ മാസ്കിനെ മൊത്തത്തിൽ നമുക്ക് നിരാകരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ മൊബൈലായിരിക്കും ഇനി നാളെ നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത്, ടെസ്ലയുടെ മൊബൈൽ. ഒരു പക്ഷേ ആപ്പിളിനെ കവച്ചു വെക്കുന്ന മൊബൈൽ ഇറങ്ങാൻ പോവാണ് ടെസ്ല. അതിൻ്റെ പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത ചാർജ് ചെയ്യേണ്ടതില്ല എന്നതാണ്. ഒരിക്കലും ഇനി മൊബൈൽ കുത്തിവെക്കേണ്ടതില്ല. ഇപ്പം അടുത്തിറങ്ങും ഈ സാധനം. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും അത് വാങ്ങിക്കുമെന്ന് എനിക്കറിയാം. മറ്റൊരു പ്രത്യേകത, നിങ്ങളീ പറയുന്നത് പോലെ ഒരുപാട് പ്രയാസങ്ങളൊന്നുമില്ലാതെ ഈസി ആയിട്ട് അത് യൂസ് ചെയ്യാമെന്നതാണ്. ഇക്കണ്ട മൊബൈലിനെ എല്ലാം കവച്ച് വെച്ച് ടെസ്ല ഇറങ്ങാൻ പോകുന്നു. അതിന് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ഇനി ജീവിതത്തിൽ മൊബൈൽ ചാർജ് ചെയ്യണ്ട എന്നതാണ്. അതും ഇറക്കുന്നത് എലോൺ മാസ്കാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഭാഗത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് മനുഷ്യൻ വേറെ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസവും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ട്രഡീഷൻ വിടാതെ പാരമ്പര്യമായി എന്താണോ നടന്നത് അത് തന്നെ കൊണ്ടു നടക്കണമെന്ന് വാശി പിടിക്കുന്നു. ഞാൻ മതവിദ്യാഭ്യാസത്തെക്കുറിച്ചല്ല പറയുന്നത്. ഞങ്ങളാ പഴയ പോലെ പഠിപ്പിക്കൂ, പഴയ പോലെ കുട്ടികളൊക്കെ പരീക്ഷ എഴുതണം, എല്ലാവരെയും ഞങ്ങൾ തുറിച്ചു നോക്കും, കുട്ടികൾ വലിയ ശകാരത്തിന് അടിമപ്പെടും, അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ ഇങ്ങോട്ട് വഴക്ക് പറയും. ഇതൊക്കെ ട്രഡീഷണൽ സിസ്റ്റത്തിൻ്റെ ഒരു രീതിയാണ്. ഇതിനെ രണ്ടിനെയും ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരു കൊളാബറേറ്റീവ് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ഒന്ന് ട്രഡീഷണൽ സിസ്റ്റം, മറ്റൊന്ന് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI സിസ്റ്റം. ഇതിനെ രണ്ടിൻ്റെയും നന്മ എടുത്തുകൊണ്ട് എങ്ങനെയാണ് ഒരു കൊളാബറേറ്റീവ് സിസ്റ്റം, കൊളാബറേറ്റീവ് എഡ്യൂക്കേഷൻ നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഞാനിത് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പ്രായം ചെന്ന കുറച്ചാളുകൾക്ക് തോന്നും എന്തൊക്കെ ഇയാൾ ഈ പറയുന്നത്. പക്ഷെ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇതിലിരിക്കുന്ന ഏകദേശം 90% ആളുകളും യങ്സ്റ്റേഴ്സാണ്. കാരണം 6ാം ക്ലാസ്സിൻ്റെ താഴെ പഠിക്കുന്ന കുട്ടികളുടെ മാതാക്കളാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്, നിങ്ങൾ പല ആളുകളും ഡിഗ്രിക്കാരായിരിക്കും, PGക്കാരായിരിക്കും, ചിലപ്പോൾ PhDക്കാരും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന ഒരു മനസ്സ് വച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിൻ്റെ നടുക്ക് നമ്മുടെ കുട്ടികളുടെ പരമ്പരാഗതമായ സിസ്റ്റത്തിൽ നിന്ന് മാറുകയും അതോടൊപ്പം മോഡേണിസത്തിൻ്റെ അൾട്രാ മോഡേണിസത്തിലേക്ക് പോകാതെ എല്ലാറ്റിൻ്റെയും നന്മകൾ എടുക്കുകയും ചെയ്യുന്നൊരു സമൂഹത്തെ നമുക്കെങ്ങനെ വാർത്തെടുക്കാം? അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞാൽ, ട്രഡീഷണൽ സിസ്റ്റം എന്ന് പറയുന്നതാണ് നമ്മുടെ സ്കൂളുകളിൽ കൂടുതലും നടക്കുന്നത്. ഇപ്പോഴും പഴയതുപോലെ ടെക്സ്റ്റുകൾ പഠിപ്പിക്കപ്പെടുന്നു, നല്ലത്. അതിലുള്ള കാര്യങ്ങളൊക്കെ ചെറുപണം നടത്തി കുട്ടികൾ ബൈഹാർട്ടാക്കുന്നു, അതും നല്ലത്. അങ്ങനെ പിന്നീട് കുട്ടികൾ എക്സാമിനേഷൻ എന്ന് പറഞ്ഞ് ഒരു 2 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറോ ചെലവഴിച്ച് തൻ്റെ ഓർമ്മയിലുള്ളത് മാത്രം അതിലേക്ക് എഴുതി വെക്കുന്നു, അതും നല്ലത് തന്നെ. പക്ഷെ ആ ഒരു സിസ്റ്റം എത്ര കാലം പോകും? +2 വരെ ഗ്രാമർ പഠിച്ചിട്ടും ഇംഗ്ലീഷ് 5 മിനിറ്റ് പോലും സംസാരിക്കാൻ കഴിയാത്ത കുട്ടികളായി ട്രഡീഷണൽ സിസ്റ്റത്തിൻ്റെ കുട്ടികൾ മാറുന്നു. +2 വരെ അവർ പഠിച്ചിട്ടുണ്ടാവും, നോട്ട് ഓൺലി ബട്ട് ആൾസോ either nor, neither nor, as soon as much as far as, interrogative, affirmative എല്ലാം പഠിച്ചിട്ടുണ്ടാവും. കാരണം ട്രഡീഷനിൽ ആണ് അവർ പഠിച്ചത്, ഗ്രാമറുകളാണ് പഠിച്ചത്. സത്യത്തിൽ ലാംഗ്വേജ് പഠിക്കാൻ ആദ്യം പഠിക്കേണ്ടത് ഗ്രാമർ അല്ല. ഇത് ഞാനല്ല പറയുന്നത്, എൻ്റെ ഡെസ്കിൽ നിന്ന് ഞാൻ പറയുന്നതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഷാശാസ്ത്രജ്ഞരെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഭാഷ പഠിക്കാൻ ആദ്യം ഗ്രാമർ പഠിപ്പിക്കരുത്. ആദ്യം ഭാഷ പറയാൻ പഠിക്കട്ടെ, എന്നിട്ടേ ഗ്രാമർ പഠിപ്പിക്കാവൂ എന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എങ്ങനെയാ പിന്നെ ഗ്രാമർ ഇല്ലാതെ ഭാഷ പഠിക്കുക? നമ്മൾ മലയാളം പഠിച്ചത് ഗ്രാമർ പഠിച്ചിട്ടാണോ? നമ്മൾ കർമ്മണി പ്രയോഗവും കർത്തരി പ്രയോഗവും ഘടവും വൃത്തവും ഇതിവൃത്തവും ഒക്കെ പഠിച്ചിട്ടാണോ മലയാളം സംസാരിക്കാൻ പഠിച്ചത്? ഇന്നും ഇതിൽ വൃത്തവും ഇതിവൃത്തവും തമ്മിൽ എന്താ വ്യത്യാസമെന്ന് ചോദിച്ചാൽ കൃത്യമായി മറുപടി പറയാൻ പറ്റുന്ന എത്ര പേരുണ്ടാകും? സത്യത്തിൽ ഗ്രാമറല്ല ഭാഷ, ഭാഷ ഉപയോഗിക്കാനുള്ള ഒരു ടൂള് മാത്രമാണ് ഗ്രാമർ. അപ്പോൾ ഇത്തരം സ്കൂൾ സിസ്റ്റങ്ങളിലൂടെ നടക്കേണ്ടത് എന്താണെന്നറിയോ? ലിസണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിംഗ് എന്ന് പറയുന്നൊരു മെത്തേഡുണ്ട്. പഴയ കാലത്തുള്ള മെത്തേഡൊക്കെ തന്നെയാണ്. LSRW എന്നാ പറയുക, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. അതാണ് അതിൻ്റെ ഓർഡർ. ആദ്യം ലിസണിങ്, കുട്ടികൾ നന്നായിട്ട് ഭാഷ കേൾക്കണം.
ഗൾഫിൽ പോകുന്ന ആളുകൾ എന്തുകൊണ്ടാണ് വളരെ ഫ്ലുവൻ്റായിട്ട് അറബി സംസാരിക്കുന്നത്? മോഡേൺ അറബിക് അവർ കേട്ട് പഠിച്ചിട്ടാണ്. ഗൾഫിൽ എത്തുന്ന ആളുകൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഹിന്ദി പഠിക്കുന്നത്? അവർ എഴുതി പഠിച്ചതല്ല, അവർ കേട്ട് പഠിച്ചതാണ്. ലോകത്തിൽ എവിടെ സഞ്ചരിക്കുന്ന ആളുകളും അതത് നാട്ടിലെ ഭാഷ പഠിക്കുന്നത് എന്തുകൊണ്ടാണ്? എക്സ്പീരിയൻസിലൂടെ പഠിക്കുകയാണ്. അപ്പം സത്യത്തിൽ ആദ്യം പഠിക്കേണ്ടത് ലേണിംഗ് എന്ന് പറയുന്ന സിസ്റ്റമാണ്, ലിസണിങ് ആണ്. ആ ലിസണിങ് ആണ് ആദ്യം. നിങ്ങളിപ്പോൾ ഏതെങ്കിലും മെറീന ബീച്ചിലോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കന്യാകുമാരിയിലെ ബീച്ചിലോ പോയി കഴിഞ്ഞാൽ അവിടെ കടല വിൽക്കുന്ന കുട്ടിയും പറയുന്നത് ഇംഗ്ലീഷാണ്. ആ കുട്ടി ഒരു പക്ഷേ ഒരിക്കലും സ്കൂളിൽ പോയിട്ടുണ്ടാവുകയില്ല. അപ്പോൾ ട്രഡീഷണൽ സിസ്റ്റത്തിൽ നിന്ന് ഒന്നുകൂടി മാറി ചിന്തിക്കേണ്ടുന്ന ഒരു കാലം വന്നിരിക്കുന്നു. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകം വരുമ്പോൾ അവിടെയാണ് അതിശയം. ഏകദേശം അതിൻ്റെ റിസർച്ച് പറയുന്നത് ഒരു ഭാഷ പഠിക്കാൻ 1 മാസം മതി എന്നതാണ്. അറബിക്കായാലും ഇംഗ്ലീഷായാലും എല്ലാം പഠിക്കാൻ ഇനി 1 മാസം മതി. ഡെപ്ത് ലൈനിൽ, അല്ലാതെ വെറുതെ പെരിഫറലായിട്ടല്ല, നന്നായിട്ട് ഗഹനമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്കത് പഠിപ്പിച്ചു തരും. ഇനി ആരും ഭാഷ പഠിക്കാൻ പോകേണ്ടതില്ല. അതൊരു പ്രത്യേക ടൂൾ ഉപയോഗിച്ച് നമ്മുടെ ബ്രെയിനിലേക്ക് എംബഡ് ചെയ്യപ്പെടുമെന്നതാണ്. AI സംസാരിക്കുന്നത് പോലെ നമ്മളെ ബ്രെയിനിൽ നിന്ന് ലാംഗ്വേജ് എടുത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റും. അൾട്രാ മോഡേണിസം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്നുകിൽ നമുക്ക് യന്ത്രമാകാം, അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനാകാം. ഏതാണ് ആകേണ്ടത് എന്ന് ആദ്യം നമുക്ക് തീരുമാനിക്കണം. നമ്മൾ ഓരോ രക്ഷിതാക്കളും നമ്മുടെ കുട്ടികളെ യന്ത്രങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമൊന്നും തോന്നരുത്. കാരണം നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചത് എന്താണ്? നമ്മൾ സ്കൂളിൽ പഠിച്ചത് ഏറ്റവും പ്രധാനമായി 3 ബുക്കുകളെ കുറിച്ചാണ്. സസ്യ ബുക്ക്, മാംസ ബുക്ക്, മിശ്ര ബുക്ക്. സസ്യ ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സസ്യം മാത്രം കഴിക്കുന്ന ജീവികളെയാണ് നമ്മൾ സസ്യ ബുക്ക് എന്ന് പറയുക. പശുവും ആടും ഇതൊക്കെ അതിൽപ്പെടുന്നതാണ്, സസ്യങ്ങളെ കഴിക്കൂ. മാംസ ബുക്ക് എന്ന് പറഞ്ഞാൽ മാംസം മാത്രം കഴിക്കുന്ന ആളുകളെയാണ് അല്ലെങ്കിൽ മൃഗങ്ങളെയാണ് മാംസ ബുക്ക് എന്ന് പറയുക. പുലിയും സിംഹവും കടുവയും ഒക്കെ അതിൽപ്പെട്ടതാണ്. അവർ പുല്ല് കഴിക്കില്ല. ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നുമെന്നൊരു ചൊല്ലുണ്ടെങ്കിലും അവർ പുല്ല് കഴിക്കാറില്ല. എന്നാൽ ഇതേപോലെ തന്നെ മിശ്ര ബുക്ക് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ മിശ്ര ബുക്ക്? പുല്ലും കഴിക്കും, അഥവാ വെജിറ്റബിളും കഴിക്കും, മാംസവും കഴിക്കും. അതിലാണ് മനുഷ്യൻ പെടുന്നത്. മനുഷ്യൻ മിശ്ര ബുക്കാണ്. അവൻ സസ്യ ബുക്കല്ല, അവൻ മാംസ ബുക്കുമല്ല. അവൻ രണ്ടും കൂടി ഒന്നിച്ച് കഴിക്കുന്നത്. ഇത് നമ്മൾ പഠിച്ച പണ്ടത്തെ പാഠങ്ങളാണ്. പക്ഷെ ഇതിലേക്കൊരു ബുക്ക് കൂടി കടന്നു വന്നിട്ടുണ്ട്. അത് നിങ്ങളിൽ എത്ര പേര് അറിഞ്ഞു എന്നറിഞ്ഞുകൂടാ. ഭാവിയിൽ അതങ്ങനെ തന്നെ പറയപ്പെടും. അതിൻ്റെ പേര് ടെക് ബുക്ക് എന്നാണ്. ടെക്നോളജി ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത കുട്ടികളെയാണ് ടെക് ബുക്ക് എന്ന് പറയുക. ഒരു പുതിയ പ്രയോഗം വരാൻ പോവാണ്, ടെക് ബുക്ക്. മാംസ ബുക്കും മിശ്ര ബുക്കും പോലെ തന്നെ ടെക് ബുക്ക്. ജീവിച്ച അന്ന് മുതൽ, ജനിച്ച അന്ന് മുതൽ ടെക്നോളജിയിലൂടെ മാത്രം ജീവിക്കുന്ന കുട്ടികൾ, ആധുനിക കാലഘട്ടത്തിലെ കുട്ടികൾ. ആ കുട്ടികളെ അല്പമൊന്ന് അതിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ അവർ മനുഷ്യരാകുന്നു. അപ്പം നമ്മൾ വിചാരിക്കും ടെക്നോളജിയിലൂടെ പോയാൽ കുട്ടികൾ ഒന്നും കൂടി നന്നാകൂലേ, ഒന്നും കൂടി ഉഷാറാകില്ലേ എന്നൊക്കെ. കുട്ടികൾക്ക് ആൾക്കാരോടുള്ള ബന്ധം ദൂരെയുള്ള ബന്ധമായിരിക്കും, അയൽവാസിയോടുള്ള ബന്ധമുണ്ടാകില്ല. മാതാപിതാക്കളോട് സംസാരിക്കാതെ കൂട്ടുകാരോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും ടെക്നോളജിയിലൂടെ. അടുക്കളയിൽ മാതാപിതാക്കൾ ഉണ്ടാകും, അല്ലെ മാതാവുണ്ടാകും. ആ മാതാവിനോട് സംസാരിക്കാൻ സമയമുണ്ടാകില്ല. മാതാവിനോട് കളിച്ച് ചിരിച്ചിരിക്കാൻ സമയമില്ലാതെ ആ കുട്ടി നേരെ പോകുന്നത് എങ്ങോട്ടായിരിക്കും? സോഷ്യൽ മീഡിയയിലേക്കായിരിക്കും. സോഷ്യൽ മീഡിയ മാത്രം ഉപയോഗിച്ചാൽ എന്തോ ആയി എന്ന് നമുക്ക് തോന്നരുത്. കാരണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ ഏതോ ദൂരത്തുള്ള ആളുകളോടുള്ള ബന്ധം മാത്രമേ ഉണ്ടാകൂ. തൊട്ടരികിൽ കഴിയുന്ന ആളുകളോട് ചിരിക്കാൻ പോലും മറന്നുപോകും. ട്രെയിനിൽ കയറുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ബോഗിയിലുള്ള എല്ലാ ആളുകളും മൊബൈലിലായിരിക്കും. അവർ അടുത്തുള്ളവരോട് സംസാരിക്കില്ല, വിദൂരതയിലുള്ളവരോട് സംസാരിക്കുന്നു. ഫ്ലൈറ്റിൽ കയറുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, അടുത്തുള്ളവരോട് സംസാരിക്കുന്നില്ല. ഇന്നത്തെ കാലം ദൂരെ ഉള്ള ആളുകളോട് സംസാരിക്കുന്നു. ഈ പോക്ക് പോയാൽ നമ്മൾ എവിടെ എത്തുമെന്നാണ് ആധുനിക കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്കൂളിംഗ് എന്തിനാണ്? സ്കൂൾ സിസ്റ്റം എന്ന് പറയുന്നത് എന്തിനാണ്? ഇവിടെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട, എൻ്റെ പ്രസംഗത്തെക്കുറിച്ചല്ല നിങ്ങൾ ഇന്ന് പറയേണ്ടത്, പകരം അതിലെന്തെങ്കിലും സന്ദേശമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ്. ഈ സന്ദേശത്തിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ലോകത്തിലെ ഏറ്റവും ടോപ്പ് സ്കൂൾ സിസ്റ്റം, ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, അത് ഫിൻലാൻഡിലെ സ്കൂൾ സിസ്റ്റമാണ്. ദൈവാനുഗ്രഹത്താൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്, അവിടുത്തെ സിസ്റ്റം കണ്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവിടുത്തെ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് നിങ്ങളോട് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കണമെന്നില്ല.
കാരണം 7ാം ക്ലാസ് വരെ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കാൻ പാടില്ല എന്നതാണ് അവിടുത്തെ സിസ്റ്റം. അത് നിങ്ങൾ എത്ര പേര് ഏറ്റെടുക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം 7 വയസ്സിന് മുമ്പേ കുട്ടി എഴുതാൻ തുടങ്ങിയാൽ ആ കുട്ടിയുടെ ബ്രെയിൻ പാറ്റേണും ലെഗ് പാറ്റേണും തമ്മിൽ ഒന്നിക്കാത്തത് കൊണ്ട് ആ കുട്ടിയുടെ കഴിവ് കുറഞ്ഞു പോകുമെന്നാണ് ആ സിസ്റ്റം പറയുന്നത്. വളരെ വൈകിട്ട് അക്ഷരം പഠിച്ച കുട്ടികൾക്ക് സ്കില്ല് കൂടുമെന്നാണ് ആ സൈക്കോളജി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് 3 വയസ്സാകുമ്പോഴേ കുട്ടികൾ തുമ്പിയെ കല്ലെടുപ്പിക്കുന്നത് പോലെ എഴുതണമെന്ന് ശാഠ്യം പിടിച്ചാൽ ആ കുട്ടിയുടെ കഴിവ് കൂടല്ല ചെയ്യുക, അത് കുറയാണ് ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ 7ാം വയസ്സ് വരെ കുട്ടി കളിക്കുക മാത്രം ചെയ്യണമെന്ന രീതിയാണ് അവിടുത്തെ പ്ലേ സ്കൂൾ സിസ്റ്റം. പ്ലേ സ്കൂൾ അതിനുള്ളതാണ്. അതിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് ലോകത്തിലെ ഏറ്റവും ടോപ്പ് കുട്ടികൾക്കുള്ള സിസ്റ്റമാണ്. നമ്മുടെ കുട്ടികൾ ലോകത്തിലെ ഏറ്റവും ടോപ്പല്ലല്ലോ. നമ്മുടെ കുട്ടികൾ 3ാമത്തെ വയസ്സ് മുതൽ എഴുതണമെന്ന് ശാഠ്യം പിടിക്കുന്ന എന്നെപ്പോലെയുള്ള രക്ഷിതാക്കളാണ് ഇരിക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് എന്താകുന്നു? വളരെ വെറുപ്പ് തോന്നുന്ന എഴുത്തിനോട്, കുട്ടിക്ക് വളരെ വിഷമം തോന്നുന്ന പഠനത്തോട്. അതുകൊണ്ടാണ് 10ാം ക്ലാസ് വരെ നമ്മളിങ്ങനെ തള്ളി കൊണ്ടുപോകേണ്ടുന്നൊരവസ്ഥയുണ്ടാകുന്നത്. നേരെ മറിച്ച് നമ്മുടെ കുട്ടികൾക്ക് എന്താ ഉണ്ടാകേണ്ടതെന്നറിയോ? നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായി നമ്മൾ ആ ഒരു സ്കില്ല് വളരുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യണം. ഞാനിപ്പോൾ രക്ഷിതാക്കളോടാണ് പറയുന്നത്. നിങ്ങളുടെ ദൗത്യം, രക്ഷിതാക്കളുടെ ദൗത്യം, ഞാനടക്കുന്ന രക്ഷിതാക്കളുടെ ദൗത്യം അധ്യാപകരെക്കാൾ അപ്പുറത്താണ്. അധ്യാപകർക്ക് ആ കുട്ടി പഠിക്കുന്നുണ്ടോ, ബിഹേവിയറൽ പാറ്റേൺ മാറുന്നുണ്ടോ എന്ന് ചില രക്ഷിതാക്കളെങ്കിലും നോക്കും. പെരുമാറ്റ മനഃശാസ്ത്രം മാറുന്നുണ്ടോ, ബിഹേവിയറൽ സൈക്കോളജി, അല്ലെങ്കിൽ ആ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വൈകല്യമുണ്ടോ, ഇത് രക്ഷിതാക്കളെപ്പോലെ തന്നെ അധ്യാപകരും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. വെറും മാർക്ക് നോക്കിയാൽ പോരാ. ഒരു കുട്ടിയുടെ പെരുമാറ്റത്തിന് നമ്മൾ നല്ല രീതിയിലുള്ള അവാർഡ് കൊടുക്കണം. അതുകൊണ്ടാണ് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ്റിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ മാർക്കുള്ളവർക്ക് മാത്രം അവാർഡ് കൊടുത്താൽ പോരാ, നല്ല രീതിയിൽ സ്കൂളിൽ പെരുമാറുന്ന കുട്ടിക്കും അവാർഡ് കൊടുക്കണമെന്ന് ലോകം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാർക്ക് കുറവായിരിക്കാം, പക്ഷേ എല്ലാവരോടുമുള്ള ബിഹേവിയർ, അവൻ്റെ പെരുമാറ്റം സുന്ദരമായിരിക്കാം. ഈ A+ വാങ്ങുന്ന കുട്ടി A+ ടോപ്പായിരിക്കാം, പക്ഷേ പെരുമാറ്റം ഒരു പക്ഷേ മോശമായിരിക്കാം. അതുകൊണ്ട് ഒരു കുട്ടിയുടെ പെരുമാറ്റത്തിനും കൊടുക്കണം അവാർഡുകൾ. അവാർഡ് എക്സലൻ്റായ ആളുകൾക്ക് മാത്രം കൊടുക്കാനുള്ളതല്ല. ഒരു പക്ഷേ ഇവിടെ ഉണ്ടാകണമെന്നില്ല, എന്നാലും ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയുടെ മാതാവ് ഇവിടെ ഇന്ന് എത്തിയിട്ടുണ്ടാകില്ല. ഏതെങ്കിലും ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയുടെ മാതാവ് ഇവിടെ ഉണ്ടെങ്കിൽ ഈ സ്കൂളിൽ അതില്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ മാതാക്കൾ അധികം വിരുന്നിനോ സൽക്കാരത്തിനോ കല്യാണത്തിനോ പോകാറില്ല. കാരണം ആ കുട്ടികളെയും കൊണ്ട് പോകാൻ പ്രയാസമായതുകൊണ്ട്, ആ കുട്ടികൾ ഹൈപ്പർ ആക്ടിവിറ്റി കളിക്കുന്നത് കൊണ്ട്, ഒരു പക്ഷേ മറ്റുള്ളവരെ മാന്തുകയും കുത്തുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അവരെയും കൊണ്ട് രംഗപ്രവേശനം നടത്താറില്ല. ആ കുട്ടിയെ ഒറ്റയ്ക്ക് വീട്ടിലിട്ട് അടച്ചു പോരാനും കഴിയില്ല. അപ്പോൾ നമ്മൾ അവാർഡ് കൊടുക്കേണ്ടത് ഏത് തരം മാതാക്കൾക്കാണ്? എക്സലൻ്റായ കുട്ടിയുടെ മാതാക്കൾക്ക് ചില സ്കൂളുകൾ അവാർഡ് കൊടുക്കാറുണ്ട്. എല്ലാറ്റിലും A+ വാങ്ങി സ്കൂളിൽ താരമായി നിൽക്കുന്ന ആ കുട്ടിയുടെ മാതാപിതാക്കളെ ആദരിക്കാറുണ്ട് സാധാരണ വലിയ വലിയ സ്കൂളുകൾ. അത്തരം പരിപാടിക്ക് ഞാനും പോയിട്ടുണ്ട്. പക്ഷേ ഓട്ടിസം ബാധിച്ച കുട്ടിയുടെ മാതാവിനെ ഒരു അവാർഡ് കൊടുക്കാൻ, അവളെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് സന്തോഷിപ്പിക്കാൻ ഒരു സ്കൂളുകൾക്കും സാധിക്കാറില്ല. അപ്പോൾ സത്യത്തിൽ അവാർഡ് ആർക്കാണ് കൊടുക്കേണ്ടത്? എല്ലാ കുട്ടികൾക്കും അവാർഡ് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പതിതനായി കഴിയുന്ന, പാവമായി കഴിയുന്ന കുട്ടികൾക്കും തലോടൽ കൊടുക്കാൻ നമ്മൾ മറക്കരുത്. അവിടെ ഒരു അധ്യാപകൻ, ഞാൻ അധ്യാപകർക്കുള്ള ക്ലാസ്സിലല്ലെന്നറിയാം, എന്നാലും അധ്യാപകൻ പഠിക്കാത്ത കുട്ടിയെയും തലോടുമ്പോഴാണ് ഒരു അധ്യാപകനാകുന്നത്. തീരെ പഠിക്കാത്ത കുട്ടിയെ അരികിൽ വിളിച്ചിരുത്തിയിട്ട് വഴക്ക് പറയുന്നവൻ്റെ പേരല്ല അധ്യാപകൻ. ആ രക്ഷിതാവിനോട് സാന്ത്വന വാക്കുകൾ പറഞ്ഞ് ഇവൻ ഇനിയെങ്കിലും ഉഷാറാവും കേട്ടോ, വിഷമിക്കണ്ട കേട്ടോ എന്ന് സമാധാന വാക്ക് പറയുന്നവനാണ് റിയൽ മാസ്റ്റർ, റിയൽ ടീച്ചർ അവനാണ്. അപ്പം ഇതേപോലെ ഓരോ രക്ഷിതാക്കളും പഠിക്കാത്ത കുട്ടിയും ഉണ്ടാകും, പഠിക്കുന്ന കുട്ടിയും ഉണ്ടാകും. ഏത് കുട്ടിയാണോ നമുക്കുള്ളത്, ദൈവം നമുക്ക് തന്നത്, അല്ലാഹു നമുക്ക് തന്നത്, അതിനെ സ്വീകരിക്കുക. ഇഫ് ഇറ്റ് ഈസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർ വൈറ്റ്, അത് കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമാകരുത്. ലോകത്തിലൊരു പക്ഷേ കറുത്ത കുട്ടികളാണ് ലോകത്തിൽ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലെത്തിയിട്ടുള്ളത്. APJ അബ്ദുൽ കലാമിനെ ജീവിതത്തിൽ 2-3 തവണ നേരിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഭംഗി കൊണ്ട് അദ്ദേഹം സീറോയാണ്, പക്ഷെ പ്രതിഭ കൊണ്ട് അദ്ദേഹം ഹീറോയാണ്. അത് നമ്മൾ മറക്കരുത്. അപ്പോൾ ഭംഗിയില്ലാത്ത കുട്ടികൾ നമുക്കുണ്ട് എന്നതിൻ്റെ പേരിൽ ഒരിക്കലും ഒരു അപകർഷതാബോധം നമുക്കുണ്ടാകരുത്.
കാരണം അങ്ങനെ തീരെ ഭംഗിയില്ലാത്ത ഒരു കുട്ടിയുടെ പേരാണ് APJ അബ്ദുൽ കലാം. മുടി പോലും ശരിക്ക് വാർന്നാൽ നിൽക്കാത്ത കടപ്പിയായ കടലോര പ്രദേശത്ത് കളിച്ചു വളർന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ സാധാരണ സ്കൂളിൽ പോകുന്നതിൻ്റെ പേരിൽ പലപ്പോഴും കരഞ്ഞിരിക്കുന്ന വെറും ഒരു മുക്രിയുടെ മകനായിട്ടുള്ള പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ പോകുന്ന സാധാരണ മനുഷ്യൻ്റെ മകൻ്റെ പേരാണ് APJ അബ്ദുൽ കലാം. ഭംഗിയുടെ പേരിലായിരുന്നില്ല അദ്ദേഹത്തെ ലോകം ആദരിച്ചത്. ഇന്ത്യ എന്നും കണ്ട ഏറ്റവും വലിയ ടെക്നിക്കൽ സയൻറ്റിസ്റ്റും അതോടൊപ്പം തന്നെ മിസൈൽ മാനുമാണ് APJ അബ്ദുൽ കലാം. കേരളത്തിൻ്റെ സ്റ്റേജിലും പേജിലും നിറഞ്ഞു നിന്ന് ഞാൻ എൻ്റെ ആദ്യകാല അധ്യാപകരിൽപ്പെട്ട ഒരാളാണ് സമദാനി സാഹിബ്. അദ്ദേഹത്തോട് എപ്പോഴും ആളുകൾ ചോദിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കേരളത്തിൻ്റെ പ്രഭാഷകനാര് എന്ന് സമദാനി സാഹിബിനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒറ്റ മറുപടിയുള്ളൂ, അത് ഡോക്ടർ സുകുമാർ അഴീക്കോട് എന്നാണ്. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്റ്റേജിലും പേജിലും ഒരേപോലെ നിറഞ്ഞു നിന്നിരുന്നു. എഴുത്തിലും അദ്ദേഹം വമ്പനായിരുന്നു. ഒരുപാട് ദേശീയ അവാർഡുകൾ, കേരള അവാർഡുകളൊക്കെ കിട്ടിയതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം സ്റ്റേജിലും മാസ്മരിക പ്രഭാഷണങ്ങൾ നടത്തിയ ആളാണ്. പക്ഷേ കാണാൻ കറുത്ത് മെലിഞ്ഞ ഉയരം കുറഞ്ഞൊരു പാവം മനുഷ്യനായിരുന്നു. അതിൻ്റെ പേരിലായിരുന്നില്ല സത്യത്തിൽ ആരും അദ്ദേഹത്തെ ആദരിച്ചത്. കറുപ്പിൻ്റെ പേരിൽ ആരും അദ്ദേഹത്തെ വെറുത്തില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ എത്ര വലിയ ബലഹീനരാണെങ്കിൽ പോലും, കാണാനൊന്നുമില്ലെങ്കിൽ പോലും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കണം. അങ്ങനെ ലോകത്തിൽ ഒരുപാട് ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ. ഇന്ത്യയിൽ നിന്ന് ഒരേ ഒരാൾ മാത്രമേ ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ടുള്ളൂ. ഇന്ത്യയുടെ പ്രസിഡൻ്റായി കേരളത്തിൽ നിന്നൊരാൾ, തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രസിഡൻ്റായി കേരളത്തിൽ നിന്ന് ഒരേ ഒരാൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആളുടെ പേര് നമുക്കൊക്കെ അറിയാം, ഡോക്ടർ KR നാരായണനാണ്. ഭംഗിയുടെ പേരിലായിരുന്നു ആദരിച്ചിരുന്നതെങ്കിൽ അദ്ദേഹം ഒരു രീതിയിലും ഭംഗിയില്ലാത്ത മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹം മാത്രമാണ് കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ പ്രസിഡൻ്റായി എന്നും നമുക്ക് മലയാളികൾക്ക് അഭിമാനമായി നിന്നത്. വെറുമൊരു പ്രസിഡൻ്റല്ല, അദ്ദേഹം അക്കാഡമീഷ്യനാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ഡോക്ടർ അംബേദ്കർ പഠിച്ച അതേ ക്യാമ്പസിൽ പഠിച്ച വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഒന്ന് പിന്നിലായി പോയി എന്നതിൻ്റെ പേരിൽ ഒരിക്കലും രക്ഷിതാക്കൾ അവരെ തള്ളിക്കളയരുത്. അത് വർണ്ണത്തിൻ്റെ പേരിലായാലും മാർക്കിൻ്റെ പേരിലായാലും. ഇന്നൊരു പക്ഷേ മാർക്കില്ലാത്ത കുട്ടിയാകാം, സാധാരണ കുട്ടിയായിട്ട് നമുക്ക് തോന്നുന്നുണ്ടാകാം. പക്ഷെ ആ കുട്ടിയായിരിക്കും ഭാവിയിൽ ഒരു പക്ഷേ പ്രതിഭയായി വരിക. അത് ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ടതാണ്. നന്നായി പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ മാത്രമല്ല, നമ്മൾ പഠിക്കാത്തവരുടെയും രക്ഷിതാവാണ്. കാരണം പഠനം ഒരു കഴിവ് മാത്രമാണ്. അതല്ലാത്ത ഇഷ്ടം പോലെ കഴിവുകൾ ഉണ്ടാകുമല്ലോ. അതല്ലാത്ത എത്ര കഴിവുകളുണ്ടാകും, എത്രയെത്ര കഴിവിലൂടെ ആളുകൾ പോയിട്ടുണ്ടാകും. നമ്മളൊന്ന് നോക്കിയിട്ടുണ്ടോ? സച്ചിൻ ടെണ്ടുൽക്കർ ഉദാഹരണത്തിന് ഇന്ത്യയിലെ എന്നത്തെയും ബാറ്റ്സ്മാനാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകൾ ഭേദിക്കാതെ കിടക്കുന്നു. ഇന്നും ഇന്ത്യയുടെ റെക്കോർഡുകൾ 10ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, വെറും 10ാം ക്ലാസ്. അതിൻ്റെ പേര് സച്ചിൻ ടെണ്ടുൽക്കറുടെ പ്രസിദ്ധി ഒന്ന് താഴ്ന്നു പോയോ? ഇല്ലല്ലോ. 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് വീശിയ 15കാരൻ്റെ പേര് കൂടിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഓരോ കുട്ടികളും ഓരോ മേഖലയിലായിരിക്കും ഒരു പക്ഷേ വളരുക. അതിൻ്റെ പേരാണ് കൊളാബറേറ്റീവ് സ്റ്റഡി. ഏത് മേഖലയിലാണ് തൻ്റെ കുട്ടി വിജയിച്ചു പോവുക എന്ന് കണ്ടെത്തുന്നതിൻ്റെ പേരാണ് കൊളാബറേഷൻ. ഇതും പഠിപ്പിക്കണം, ഇതും പഠിപ്പിക്കണം. ആ കുട്ടിക്ക് ഫിസിക്കൽ, ഇൻ്റലക്ച്വൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ, ഈ 4 മേഖലയിലും അവന് കഴിവുണ്ടാകുമ്പോഴാണ് കൊളാബറേറ്റീവായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും, അത് ഗ്രൂപ്പിനെയും ഒന്നിച്ചു കൂട്ടാൻ അവന് പറ്റും, സബ്ജക്റ്റുകളെയും കൂട്ടിച്ചേർക്കാൻ പറ്റും. ആ ഒരു അവസ്ഥയിൽ അവൻ വളർന്നു വരുന്നു. കാരണം അവൻ എല്ലാറ്റിനോടും കോപ്പപ്പ് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത്, നമ്മുടെ കുട്ടികൾ 3 പേരുണ്ടെങ്കിൽ ആ 3 പേരും 3 കഴിവായിരിക്കും, 3 സിദ്ധിയായിരിക്കും. ഓരോ കുട്ടിയും ഒരേപോലെ ആകില്ല. ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും കുട്ടികൾ എല്ലാവരും ഒരേപോലെ ആകില്ല. സ്വഭാവം അങ്ങനെയാകില്ല, സ്ഥാനമാനങ്ങൾ അങ്ങനെയാകില്ല. ഇസ്ലാമികപരമായ ചരിത്രം നമുക്കറിയില്ലേ? അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന മഹാരഥനായ ഒരു മനുഷ്യൻ്റെ മക്കൾ തന്നെയാണ് ഈ പറയുന്ന അബൂ താലിബും, ഈ പറയുന്ന അബ്ദുള്ളയും, ഈ പറയുന്ന ഹംസയും എല്ലാവരും റളിയല്ലാഹു തആല അൻഹു. നേരെ മറിച്ച് അബൂ താലിബിൻ്റെ പേര് പറയുമ്പോൾ നമ്മൾ റളിയല്ലാഹു തആല അൻഹു ചെല്ലുകയില്ല. അതേ ആളുടെ മകൻ തന്നെയാണ് നമ്മൾ അതിശയിച്ചു പോകും ഈ പറയുന്ന അബൂ ലഹബും ഒക്കെയും. അപ്പോൾ ഇവരൊക്കെയും കുടുംബക്കാരാണ്, ജ്യേഷ്ഠാനുജന്മാരും ഒക്കെയാണ്. പക്ഷെ നമ്മൾ പഠിക്കേണ്ടത്, എല്ലാവരും ഒരു പ്രകൃതമല്ല, എല്ലാവരും ഒരു രീതിയല്ല. ഹംസ റളിയല്ലാഹു തആല ഒന്നും കൂടി സ്ഥാനം കൊണ്ട് മുതിർന്നു നിൽക്കുന്നു.
രണ്ടാം സ്ഥാനത്ത് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിൽക്കുന്നു. പിന്നെ ഇങ്ങോട്ട് പോയാൽ അബൂ താലിബ് നിൽക്കുന്നു. അതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായ അബ്ദുള്ള എന്ന് പറയുന്ന പിതാവ് നിൽക്കുന്നു. അതിനുമപ്പുറത്തേക്ക് ചിലപ്പോൾ വൃത്തികെട്ടവരുമുണ്ടായിരിക്കാം. ഒരു പിതാവിൻ്റെ മക്കൾ തന്നെ പല കോലത്തിലാകും. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കൾ 12 പേരിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കിണറ്റിലേക്ക് ഇട്ടത് ബാക്കിയുള്ള 10 പേരാണ്. അതിൽ ഒരാളുണ്ടായിരുന്നില്ല. ബെന്യാമീൻ എന്ന് പറയുന്ന കുട്ടി അന്ന് ചെറുതായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, വ്യത്യസ്തമായ പ്രകൃതം, വ്യത്യസ്തമായ രൂപം, വ്യത്യസ്തമായ ഭാവം, വ്യത്യസ്തമായ സ്വഭാവം, ഇതായിരിക്കും ഓരോ രക്ഷിതാക്കളുടെ മക്കൾക്കും ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഏത് മകൻ ഏതൊക്കെ പ്രകൃതത്തിലൂടെ കടന്നു പോകുന്നു എന്നതാണ്. ആ പ്രകൃതം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ചില സൈക്കോമെട്രിക് ടെസ്റ്റുകളുണ്ട്, സൈക്കോളജിക്കൽ ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തായാലും ഇത്തരം സ്കൂളുകൾ ഭാവിയിൽ അത് ചെയ്യും. ഞാൻ പറയുന്നത് ഏകദേശം ഒരു 10ാം ക്ലാസ് മാക്സിമം പോയാൽ +2 മുമ്പേ അത് ചെയ്യണമെന്നതാണ്. പലർക്കും ചിലപ്പോൾ അറിയാമായിരിക്കാം. കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കി ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ എഴുതിപ്പിച്ച് ഓരോ കുട്ടിയുടെയും അഭിരുചി ഏതിലാണെന്ന് തിരിച്ചറിയുന്ന ടെസ്റ്റുകൾ ഇത്തരം സ്കൂളുകളിൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ രക്ഷിതാക്കൾ അത് ഉള്ള സ്ഥലത്ത് പോയി അത് നടപ്പിലാക്കണം. കാരണം ഓരോ കുട്ടിയുടെയും ആപ്റ്റിറ്റ്യൂഡുകൾ, അഭിരുചികൾ വേറെയാണ്. ചില കുട്ടിക്ക് ഒരു പക്ഷേ മാത്തമാറ്റിക്കലായിരിക്കും അവൻ്റെ സ്കില്ലുണ്ടാവുക. മാത്തമാറ്റിക്കൽ സ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിലെ കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ 50 കുട്ടികളുണ്ടെങ്കിൽ അതിൽ ഏകദേശം 4-5 കുട്ടികൾക്കാണ് മാത്തമാറ്റിക്കൽ സ്കില്ലുണ്ടാവുക. മാത്തമാറ്റിക്കൽ ലോജിക് അത് ചില കുട്ടികൾക്കേ ഉണ്ടാകൂ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ സുകുമാർ അഴീക്കോട് റാങ്കുകാരനാണ് BCom-ൽ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മലയാളത്തിലേക്ക് തിരിഞ്ഞത്. ഫസ്റ്റ് റാങ്കുകാരൻ. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് നോക്ക്. യൂണിവേഴ്സിറ്റിയിലെ 1ാം റാങ്കുകാരനാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട്. പക്ഷെ അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് കണക്കറിയില്ല എന്ന്. കണക്കറിയാത്തത് കൊണ്ട് അഴീക്കോടാകാതിരുന്നിട്ടില്ല. പക്ഷേ 10ാം ക്ലാസ് പാസ്സാകണമെങ്കിൽ കണക്ക് വേണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് കണക്കില്ലാത്തത് കൊണ്ട് ഒരാൾ പ്രതിഭയാകാതിരിക്കില്ല. ഇതേപോലെ തന്നെ സമദാനി സാഹിബ് പ്രസംഗിക്കുന്നത് ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഡിഗ്രിക്കും PGക്കും റാങ്കുകാരനാണ്. PGക്ക് 1ാം റാങ്കുകാരനാണ്. സമദാനി സാഹിബ് അത് പറയാറില്ല എന്നേ ഉള്ളൂ. സമദാനി സാഹിബ് PGക്ക് 1ാം റാങ്കുകാരനാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. പക്ഷേ അദ്ദേഹം കണക്കിൽ ഞാൻ കണക്കാണ് എന്ന് പറയാറുണ്ട്. തമാശയിലാണെങ്കിൽ പോലും കണക്കിൽ ഞാൻ കണക്കാണ്. അതുകൊണ്ട് ഒരു കുട്ടിക്ക് മാത്തമാറ്റിക്കൽ ലോജിക് ഇല്ല എന്നതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ആ കുട്ടിക്ക് മാത്തമാറ്റിക്കൽ ലോജിക്കിന് പകരം ഒരു പക്ഷേ ടെക്നിക്കൽ ലോജിക് ഉണ്ടാകാം. ആ കുട്ടിക്ക് സ്പേസ് റിലേഷൻ ഉണ്ടാകാം, ലിംഗ്വിസ്റ്റിക് എബിലിറ്റി ഉണ്ടാകാം. ആ കുട്ടിക്ക് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ലെവലിലുള്ള സ്കില്ലുകൾ ഉണ്ടാകാം. ആരറിഞ്ഞു? അത് ഇൻ്റലിജൻസുകൾ വ്യത്യസ്തമാണ്. അത് തിരിച്ചറിയാനുള്ള ടെസ്റ്റിൻ്റെ പേരാണ് MIT, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ്. ആ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ ഞാൻ സോഷ്യോ ഇൻ്റലിജൻ്റാണ്. ഞാൻ എൻ്റെ ഇൻ്റലിജൻസ് അളന്ന് നോക്കുമ്പോൾ ഇതേപോലെ തന്നെ ഒരു പക്ഷേ ബിസിനസ് ഇൻ്റലിജൻറ്റുമാകാം. ബിസിനസ്സിലും അത്യാവശ്യമൊക്കെ ചെയ്യുന്നത് കൊണ്ട് ബിസിനസ് ഇൻ്റലിജൻറ്റുമാകാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ടെക്നിക്കൽ ഇൻ്റലിജൻ്റ് അല്ല. ഞാൻ ഒരിക്കലും ഈ പറയുന്ന രീതിയിലുള്ള വലിയ വലിയ സംഭവങ്ങൾ ആകാനുള്ള, ടെക്നിക്കലി വലിയ മിസൈൽ മാനോ ഇതൊന്നും ആകാനുള്ള സ്കില്ലുകൾ എനിക്കില്ല. നമ്മുടെ സ്കിൽ എവിടെയാണോ ഉള്ളത്, നമ്മുടെ പെഡഗോഗി എവിടെയാണോ ഉള്ളത്, നമ്മുടെ സ്ട്രീം എവിടെയാണോ ഉള്ളത്, അവിടെയാണ് നമ്മൾ മാസ്റ്റർ ആകേണ്ടത്. ചില ആൾക്കാരുണ്ട്, എൻ്റെ 3 മക്കളെയും ഞാൻ ഡോക്ടറാക്കുമെന്ന്. എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? 3 മക്കളെയും വിളിച്ച് ഡോക്ടറാക്കണം. എന്നിട്ട് കല്യാണ വീടുകളിൽ വീമ്പ് പറയാനുള്ള ഒരു പദവിയുടെ പേരല്ല ഡോക്ടർ. ആ കുട്ടിക്കത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രമേ അത് ചെയ്യിപ്പിക്കാവൂ. ഡോക്ടർ എന്ന് പറയുന്ന പദത്തിനേക്കാൾ അപ്പുറത്തേക്ക് ഇഷ്ടം പോലെ ശൃംഖലകളുണ്ട്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്ഥാനമൊന്നുമല്ല, അതിനേക്കാൾ മുകളിൽ എത്രയോ സ്ഥാനങ്ങളുണ്ട് ഈ ലോകത്തിൽ. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന നമ്മുടെ കുട്ടികളെ, ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളും അവരുടെ സ്ട്രീം അനുസരിച്ചിട്ട് അവരുടെ ആപ്റ്റിറ്റ്യൂഡും അവരുടെ ഇൻ്റലിജൻസും അവരുടെ പേഴ്സണാലിറ്റിയും ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ ആ കുട്ടിയുടെ ബിഹേവിയർ, അവൻ്റെ പെരുമാറ്റം, അവൻ്റെ വ്യക്തിത്വവുമായിട്ട് ചില ബന്ധങ്ങളുണ്ടാകും. ഉദാഹരണത്തിന് നിങ്ങളുടെ കുട്ടികൾ, ഒരു കുട്ടി ഒരു പക്ഷേ പെട്ടെന്ന് വന്ന ആളുകളെ പരിചയപ്പെടുന്നുണ്ടാവും. ഒരു കുട്ടി ചിലപ്പോൾ മിണ്ടാതിരിക്കുന്ന കുട്ടിയായിരിക്കും. ആ കുട്ടിയെ നമ്മൾ പുറത്തേക്ക് ഇറക്കേണ്ടി വരും എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കിട്ടാൻ. അപ്പോൾ റൂമിൽ അങ്ങനെ ഇരുന്ന് മൊബൈൽ നോക്കുന്ന പ്രകൃതമായിരിക്കും. എന്നിട്ട് നമ്മൾ ഈ 2 കുട്ടികളെയും ആൾക്കൂട്ടത്തിൽ വെച്ച് താരതമ്യം ചെയ്യും. എന്താ താരതമ്യം ചെയ്യൽ? ഇവൻ ഭയങ്കര ഉഷാറാണ് കേട്ടോ,
ഇവനെല്ലാവരും പരിചയപ്പെടും, എല്ലാവർക്കും ഇവനെ ഭയങ്കര ഇഷ്ടമാണ്. അതിനിതാ ഒരുത്തൻ റൂമിൽ തന്നെ ഇരിക്കും. പക്ഷെ നമ്മളിൽ ആരറിയുന്നു ഈ റൂമിലിരിക്കുന്ന സൈലൻ്റായ കുട്ടിക്കാണ് റിസർച്ച് എന്ന് പറയുന്ന മെത്തഡോളജിയിലേക്ക് ഇറങ്ങാൻ പറ്റുക എന്ന്? നമ്മളിൽ എത്ര പേരറിയുന്നു ഈ സൈലൻ്റായ കുട്ടികൾക്കാണ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ലോകത്തിലേക്ക് ഇറങ്ങാൻ പറ്റുക എന്ന്? നമ്മൾ എത്ര പേര് അറിയുന്നു അത്യാവശ്യം സൈലൻ്റായ ആളുകൾക്ക് മാത്രമേ പ്രോഗ്രാമറാകാൻ പറ്റൂ എന്ന്? നമ്മൾ എത്ര പേരറിയുന്നു CA പോലെയുള്ള ഇൻഡെപ്ത് കോഴ്സുകൾ ഏറ്റവും കൂടുതൽ പാസ്സാകുന്നത് സൈലൻ്റായ മക്കളാണ് എന്ന്? നമ്മൾ എത്ര പേരറിയുന്നു സയൻറ്റിസ്റ്റുകളായിട്ട് വളരാൻ സൈലൻ്റായ കുട്ടികൾക്ക് കൂടുതൽ സാധിക്കുക എന്ന്? അപ്പം സൈലൻസ് എന്ന് പറയുന്നത് ഒരു കുഴപ്പമല്ല, ഒരു കുട്ടിയുടെ പ്രകൃതമാണ്. അത് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള, ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുള്ള ഒരു പ്രത്യേക രീതിശാസ്ത്രമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഉദാഹരണത്തിന്, ഈ ലോകത്തിൽ കുറേ പാവപ്പെട്ട ആളുകളും വേണം, ഈ ലോകത്തിൽ തന്നെ കുറേ പണക്കാരും വേണം. അതെന്താ കുറേ ആൾക്കാരെ പാവപ്പെട്ടവരാക്കിയേ, എന്തേ കുറേ ആൾക്കാരെ പണക്കാരാക്കിയെന്നൊക്കെ നമുക്ക് ചോദിക്കാൻ വേണമെങ്കിൽ ലോജിക്ക് വെച്ചിട്ട്. പക്ഷെ അതേ ലോജിക്ക് വെച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇതൊരു സ്കൂൾ ബിൽഡിംഗ് ആണ്. ഇതുണ്ടാക്കാൻ കുറേ പടവുകാർ വന്നു, തേപ്പുകാർ വന്നു, കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് വാർപ്പുകാർ വന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് അടുപ്പിക്കാൻ കുറേ ഡ്രൈവേഴ്സ് വന്നു, ലോറിക്കാർ വന്നു. ഇതിൻ്റെ പ്ലാൻ വരയ്ക്കാൻ കുറച്ച് എൻജിനീയേഴ്സും മറ്റുള്ളവരൊക്കെ വന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കാണുന്ന നിങ്ങളുടെ ഈ പ്രദേശത്ത് എല്ലാ ആളുകളും വലിയ സമ്പന്നനാണെങ്കിൽ എങ്ങനെയായി ബിൽഡിങ് കയറുക? വിളിക്കുന്ന എല്ലാവരും പറയും ഞങ്ങളടുത്ത് ഇഷ്ടം പോലെ പൈസയൊക്കെ ഉണ്ട്, ഞങ്ങൾ പടവിനൊന്നും പോകില്ല, ഞങ്ങളടുത്ത് ഇഷ്ടം പോലെ പൈസയൊക്കെ ഉണ്ട്, ഞങ്ങൾ തേപ്പിനൊന്നും പോകില്ല എന്ന് പറഞ്ഞാൽ ഇത് കൺസ്ട്രക്റ്റീവ് വേൾഡ് ആകില്ല. കൺസ്ട്രക്റ്റീവ് വേൾഡ് ആകണമെങ്കിൽ എല്ലാവരും ഈക്വൽ ആകരുത്. ഈക്വലായാൽ പിന്നെ കൺസ്ട്രക്ഷൻ നടക്കില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? കാരണം വ്യക്തികൾ ഓരോരുത്തരായി അതിൻ്റേതായ റേഞ്ചിൽ നിൽക്കണം. അതൊരു പ്രത്യേകമായ നേച്ചറാണ്, ഒരു പ്രത്യേകമായ പ്രകൃതമാണ്. ഇതേപോലെ ഈ ലോകത്തിലെ എല്ലാ കുട്ടികളും ഡോക്ടേഴ്സ് ആകാൻ പറ്റില്ല. പിന്നെ പേഷ്യൻസ് എവിടെ ഉണ്ടാകും? പിന്നെ ആരെ എൻജിനീയേഴ്സ് ആകും? അപ്പം ഡോക്ടേഴ്സ് ആകേണ്ടവരതാകണം, എൻജിനീയേഴ്സ് ആകേണ്ടവരതാകണം, കളക്ടേഴ്സോ അല്ലെങ്കിൽ സിവിൽ സർവീസിൽ ഏതെങ്കിലും മേഖല ആകേണ്ടവരതാകണം. ഏത് മേഖലയാണ് നമ്മുടെ കുട്ടികളുടേത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. ആ ഒരു രീതിയിലൂടെ പോകുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇവിടെ ഇരിക്കുന്നത് കൂടുതലും സഹോദരിമാരാണ്, നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഈ ലോകത്തിലുണ്ട്. പക്ഷേ അതിന് വിഭിന്നമായി തുടങ്ങിയ ഒരു സിസ്റ്റമാണ് ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടെ ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യല്ല. മോണ്ടിസോറി സിസ്റ്റം, ട്രഡീഷണൽ സിസ്റ്റത്തിനെ ബ്രേക്ക് ചെയ്യണമെന്നതാണ് മോണ്ടിസോറി. മരിയ മോണ്ടിസോറി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടാക്കിയതാണ്. അവർ മരിച്ചുപോയിട്ട് തന്നെ 70 കൊല്ലമായി. എന്നിട്ടും നമ്മളിൽ എത്ര പേരറിയുന്നു? അതേപോലെ ഒരുപാട് റോഗി, അതേപോലെ തന്നെ IB എന്നാണ് ഇൻ്റർനാഷണൽ ബെക്കുലറേറ്റ്, IGCSE, എത്ര സിസ്റ്റങ്ങളുണ്ടായി പിന്നീട്. ആ സിസ്റ്റങ്ങളൊക്കെയും സ്കിൽ ബേസ്ഡ് സിസ്റ്റമാണ്. ഇൻ്റർനാഷണൽ ബെക്കുലറേറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു സിലബസായി നിൽക്കുന്നു. ഫിനിഷ് സ്കൂൾ സിസ്റ്റം ഏറ്റവും വലിയ സിലബസായി നിൽക്കുന്നു. ഇതെല്ലാം ട്രഡീഷണൽ സിസ്റ്റത്തിൻ്റെ നേരെ എതിരാണെന്ന് അതിൽ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഞാൻ എൻ്റെ ഒരു റിസർച്ച് കൂടി ചെയ്യുന്നുണ്ട് അമേരിക്കയുടെ. അതിൻ്റെ റിസർച്ച് ചെയ്യുമ്പോഴാണ് ഈ സിസ്റ്റങ്ങൾ കുറച്ചും കൂടി ഇൻഡെപ്തിൽ പഠിക്കേണ്ടി വരുന്നത്, ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് എന്ന്. അപ്പോൾ അത് പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, ഒരു കുട്ടിയുടെ സാധാരണ മെമ്മറി അളക്കുന്ന ഒന്നിൻ്റെ പേരാണ് ട്രഡീഷണൽ സിസ്റ്റം. ഇതിൻ്റെ ഒരു പിന്നാമ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടരാജ ഗുരു എന്ന് പറയുന്ന ഒരു ഗുരു ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ നേരെ ശിഷ്യനായിട്ടുള്ള നടരാജ ഗുരു, അദ്ദേഹം US പോയിട്ടൊരു പ്രബന്ധം നടത്തി. ആ പ്രബന്ധത്തിൻ്റെ പേര് തന്നെ വൺ വേൾഡ് എഡ്യൂക്കേഷൻ ആൻഡ് ഓൺ വേൾഡ് എഡ്യൂക്കേഷൻ എന്നായിരുന്നു. എന്താ വൺ വേൾഡ് എഡ്യൂക്കേഷൻ? ഏകലോക വിദ്യാഭ്യാസം. എന്താണ് ഓൺ വേൾഡ് എഡ്യൂക്കേഷൻ? സ്വയം ലോക വിദ്യാഭ്യാസം. ഓൺ എന്ന് പറഞ്ഞാൽ OWN, സ്വയം ലോകമാണ്. വൺ വേൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് എന്തെന്ന് ചോദിച്ചാൽ ഏകലോക വിദ്യാഭ്യാസം എന്നാണ്. ഏകലോക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ എന്ന് പറയുന്ന ആള് ഏകമായൊരു ലോകത്തിലേക്ക് എത്തുക എന്നതാണ്. എല്ലാവരും പഠിക്കുന്ന ലോകം ഞാനും അറിയണം, എല്ലാവരും ഒന്ന് പഠിക്കണം, എല്ലാവരും ഒന്നിലൂടെ കടന്നു പോകണം. അതാണ് വൺ വേൾഡ് എഡ്യൂക്കേഷൻ. എന്താ ഓൺ വേൾഡ് എഡ്യൂക്കേഷൻ? എനിക്ക് എൻ്റേതായ ഒരു ലോകമുണ്ടാകും, എനിക്ക് എൻ്റേതായൊരു ഇടമുണ്ടാകും, എനിക്ക് എൻ്റേതായ സ്കില്ലുകളുണ്ടാകും. അങ്ങനെ എൻ്റെ പാട്ടിനെ വിട്ടിട്ട് അതിൽ വളരാൻ ശ്രമിക്കുക, അതിൽ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പര്യാപ്തമാക്കലാണ് ഓൺ വേൾഡ് എഡ്യൂക്കേഷൻ. ഓരോരുത്തർക്കും ഓരോ ലോകമാണ്.
ഓരോരുത്തരും ഓരോ സ്ഥലത്ത് പ്രതിഭകളാണ്. ഒരു സ്ഥലത്ത് പ്രതിഭയായ ഒരാൾ മറ്റൊരു സ്ഥലത്ത് പ്രതിഭയാകില്ല. പ്രതിഭ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കൂടി ഒരു സർവകലാ പ്രതിഭ എന്ന് പറയുന്ന ഒരു സാധനമൊന്നുമില്ല. അതൊക്കെ ഒരു ജസ്റ്റ് പ്രയോഗം മാത്രമാണ്. ഇപ്പം പ്രസംഗത്തിൽ നന്നായി തിളങ്ങുന്ന ആളുകൾ ഒരു പക്ഷേ എഴുത്തിൽ ചിലപ്പോൾ 0 ആയിരിക്കാം. ചിലപ്പോൾ എഴുത്തിലും പ്രഭാഷണത്തിലും ഏറ്റവും ടോപ്പായ ആളുകൾ സ്പോർട്സിൽ 0 ആയിരിക്കാം. സ്പോർട്സിൽ ഹീറോയായ ആൾക്കാർ ഒരു പക്ഷേ പ്രഭാഷണ കലയിൽ 0 ആയിരിക്കാം. എല്ലാറ്റിലും കൂടി തിളങ്ങുന്ന ആരാ ഉള്ളത്? അങ്ങനൊരു സംഭവമൊന്നുമില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. മെസ്സി, ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, മെസ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ക്രിക്കറ്റിൽ ഏറ്റവും ടോപ്പാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അദ്ദേഹം ഫുട്ബോളിലാണ് ടോപ്പ്. മെസ്സി ഈസ് ദ ഹീറോ ഇൻ ദ പ്ലാറ്റ്ഫോം ഓഫ് ഫുട്ബോൾ. അബ്സല്യൂട്ട്ലി മെസ്സി ഈസ് ദ സീറോ ഇൻ ദ പ്ലാറ്റ്ഫോം ഓഫ് ക്രിക്കറ്റ്. മെസ്സി എന്ന് പറയുന്ന കളിക്കാരൻ ഫുട്ബോളിൽ ഹീറോയാണ്, പക്ഷെ അദ്ദേഹം ക്രിക്കറ്റിൽ 0 ലോകത്തിലെ ഏറ്റവും ടോപ്പ് ഒരു ബൗളർ മനോഹരമായി എറിഞ്ഞു കൊടുക്കുന്ന ആദ്യത്തെ പന്തിൽ തന്നെ മെസ്സി ഔട്ട്, ബിക്കോസ് മെസ്സി ഈസ് ദ ഹീറോ ഇൻ ദ പ്ലാറ്റ്ഫോം ഓഫ് ഫുട്ബോൾ. മെസ്സി എന്ന് പറയുന്ന മഹാരഥനായ മനുഷ്യൻ ഫുട്ബോളിലാണ് ഹീറോ, ഒരിക്കലും ക്രിക്കറ്റിലല്ല. സച്ചിൻ ടെണ്ടുൽക്കറെയോ അല്ലെങ്കിൽ വിരാട് കോഹ്ലിയെയോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ രോഹിത് ശർമ്മയെയൊക്കെ പിടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് ബാറ്റ് കൊടുക്കുന്നതിന് പകരം ഫുട്ബോൾ കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? അവർക്ക് ഗോൾ അടിക്കാൻ കഴിയില്ല. കാരണം അവർ ഹീറോയാകുന്നത് വേറെ സ്ഥലത്താണ്. ഇവിടെ നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടികൾ പാട്ട് പാടിക്കഴിഞ്ഞല്ലോ. പാട്ട് പാടുന്ന കുട്ടികൾ അതിലാണ് പ്രതിഭ. ഒരിക്കലും ആ കുട്ടിക്ക് ഒരു പക്ഷേ ഡാൻസ് കളിക്കാൻ കഴിയണമെന്നില്ല. ഇനി ഡാൻസും പാട്ടും അറിഞ്ഞാൽ തന്നെ പ്രസംഗിക്കാൻ കഴിയണമെന്നില്ല. പ്രസംഗിക്കുന്ന കുട്ടി പാട്ട് പാടണമെന്നില്ല. എല്ലാറ്റിലും പ്രതിഭയായ കുട്ടികളൊക്കെ വളരെ കുറവാണ്. വളരെ ഡിഫറൻ്റ് ആയിട്ട് ചില ആളുകൾ സർവകലാ പ്രതിഭ എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾ വ്യത്യസ്തമായ മേഖലയിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികളെ ഓരോരുത്തരെയും ഓരോ രീതിയിലാണ് നമ്മൾ വളർത്തേണ്ടത്. ഇനി രക്ഷിതാക്കൾ ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാവരും ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ജസ്റ്റ് ഒന്ന് ഉസ്താദുമാരൊന്ന് ക്ഷമിക്കണം കേട്ടോ. ഇവർ ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് അല്ലെങ്കിൽ നാടൻ ചോറൊക്കെ കഴിച്ചിട്ട് ആകെ തളർന്നിരിക്കുകയായിരിക്കും. എല്ലാവരും എണീക്കണം എന്നില്ല കേട്ടോ. ചില ആൾക്കാർക്ക് ഇരിക്കേണ്ടവർക്ക് അവിടെ ഇരിക്കുക. അടുത്തുള്ള ആൾക്കാർക്ക് ഒന്ന് കൈ കൊടുത്താട്ടെ. ജസ്റ്റ് ഒന്ന് അപ്പുറത്തിരിക്കണ താത്താർക്കൊക്കെ കാക്കാർക്കൊന്ന് കൈ കൊടുത്തേക്കുന്നു. കുഴപ്പമൊന്നുമില്ല. നമ്മൾ വന്നിട്ട് എത്ര നേരം ഇതുവരെ ഒരു കൈയൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. ഇരിക്കും. ജസ്റ്റ് നിങ്ങൾ ആ ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, വേറൊന്നും വിചാരിക്കരുത്. ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു കുട്ടി 7 വയസ്സ് വരെ എന്താണോ ആ 7 വയസ്സിൻ്റെ തുടർച്ചയായിരിക്കും അടുത്തുള്ള കാലങ്ങളൊക്കെയും. അതാണ് സൈക്കോളജിയുടെ ഒരു ഭാഗം. ശരിക്കും പറഞ്ഞാൽ 7 വയസ്സാകുമ്പോഴേക്ക് കുട്ടികൾക്ക് എന്തൊക്കെയാണോ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തത്, അവർ കണ്ടത്, അവരുടെ മനസ്സിലാക്കിയത്, അവരുടെ പെർസെപ്ഷൻ, അവരുടെ ഒപ്പീനിയൻ, അവരുടെ ബിലീഫ് സിസ്റ്റം, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തൊക്കെയാണ് ഉണ്ടായത്, അതിനനുസരിച്ചിട്ടുള്ള അടുത്തതായിരിക്കും അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അതുകൊണ്ടാണ് 7 വയസ്സ് വരെ കുട്ടികളെ വല്ലാണ്ട് ശകാരിച്ച് ഇരുത്തി പ്രയാസപ്പെടുത്തരുത് എന്ന് പറയുന്നത്. അവരൊരു ബട്ടർഫ്ലൈ പോലെ വിട്ടുകൊടുക്കണമെന്നാണ്. എന്തായാലും അവർ ഉമ്മയെ വിട്ടിട്ട്, അങ്ങനെ പറയുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് മദ്യഷാപ്പിലേക്ക് പോകില്ല. എന്തായാലും ഉമ്മയെ വിട്ടിട്ട് വേറെ ഏതെങ്കിലും ലോകത്തിലേക്ക് 7 വയസ്സുകാരൻ പോകില്ല. അതൊക്കെ പോകുന്ന കാലം കുറച്ച് കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് 7 വയസ്സാകുമ്പോഴേക്കും ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി രൂപാന്തരപ്പെട്ടു വിടുന്നു. അതിൽ തന്നെ ഏർലി സ്റ്റേജിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധ വേറെയാണ്. ആകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഗർഭമുള്ള കാലത്തെ മക്കളെ നോക്കി തുടങ്ങണം എന്നാണ് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ എപ്പോഴാണ് എൻ്റെ മക്കളെ നോക്കേണ്ടത്? ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, നീ നിൻ്റെ ഭാര്യ ഗർഭിണിയാകുന്ന സമയത്ത് നിൻ്റെ മക്കളെ നോക്കി തുടങ്ങണം എന്നാണ്. അതിനും ഒരു പടി കൂടി മുമ്പിൽ പറഞ്ഞു. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു വാക്ക് കൂടി പറഞ്ഞു, അതിനേക്കാൾ നല്ലൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, വിവാഹം കഴിക്കാൻ പോകുന്ന സമയത്തെ നീ നിൻ്റെ മക്കളെ നോക്കി തുടങ്ങണം എന്നാണ്. വിവാഹം കഴിക്കാൻ പോകുന്ന സമയത്തെ നിൻ്റെ മക്കളെ നോക്കി തുടങ്ങണം എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ മക്കൾക്ക് സംസ്കാരം പഠിപ്പിക്കാൻ പറ്റിയ ഒരു സ്ത്രീയാണോ ഇതെന്ന് നോക്കി ഒരാളെ തിരഞ്ഞെടുക്കണം. ഒരു സ്ത്രീ പുരുഷനെയും തിരഞ്ഞെടുക്കണം. ഒരു സ്ത്രീ ഒരാണിനെ കാണുമ്പോൾ, വിവാഹം ആലോചിക്കുമ്പോൾ, എനിക്കുണ്ടാകുന്ന തലമുറക്ക് നല്ല സംസ്കാരം പഠിപ്പിക്കാൻ പറ്റിയ മൂല്യബോധമുള്ള ഒരാളാണോ ഇതെന്ന് നോക്കി തിരഞ്ഞെടുക്കൽ മക്കളോട് ചെയ്യാവുന്ന ആദ്യത്തെ കടമയാണ്. അതുകൊണ്ട് മക്കളെ എപ്പോൾ മുതൽ നോക്കണം? നമ്മൾ വിവാഹം കഴിക്കുന്ന സമയത്തെ നമുക്ക് വരാൻ പോകുന്ന മക്കളെ,
ഇപ്പം ഇതിൽ വിവാഹം കഴിക്കാത്ത കുട്ടികളുണ്ടാവും. നിങ്ങളുടെ പേരക്കിടങ്ങൾ ഇന്ന് ആലമുൽ അർവാഹിലാണ് നമ്മുടെ വിശ്വാസപ്രകാരം. ലോകത്തിൽ ആലമുൽ അർവാഹ് എന്നൊരു ലോകമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബല. അവിടെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് എന്തു ചോദിച്ചു? അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്? ഖാലൂ, അവർ പറഞ്ഞു ബല ഷഹിദിന, അതെ നീ തന്നെയാണ് ഞങ്ങൾ സാക്ഷി നിൽക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. ആ ലോകത്തിന് ആലമുൽ അർവാഹ് എന്നാണ് പേര്. നമുക്ക് വിശ്വാസികൾക്ക് കുറേ ലോകം പറയാനുണ്ട്, വിശ്വാസമില്ലാത്തവർക്ക് ചിലപ്പോൾ ഒരു ലോകേ പറയാനുണ്ടാവുള്ളൂ. ലാഹൂത്ത്, ജബറൂത്ത്, മലക്കൂത്ത്, അലമൂത്ത്, ആലമുൽ അംർ, ആലമുൽ മിസാൽ, മലഉൽ അല. ആലമുൽ അംറിനെയാണ് ആലമുൽ അർവാഹ് എന്ന് പറയുന്നത്. ആ ബാബ് പഠിക്കണമെങ്കിൽ ഫുത്തൂഹുൽ ഗൈബും ഫത്തുഹുർ റബ്ബാനിയും മുന്നത്തു താലിബീനൊക്കെ ഒന്ന് പഠിച്ചു നോക്കണം. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വിശദമായിട്ട് ആ കാര്യങ്ങൾ അതിൽ പ്രസ്താവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിലും അതേപോലെ തന്നെ പിന്നെ മറ്റുള്ള കൃതികളിലുമൊക്കെ ഹസ്രത്ത് ഷാ വലിയുള്ള അതിനെപ്പറ്റി പറയുന്നുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി. മുജദ്ദിദ് അൽഫത്താനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മക്തൂബാത്തിൽ ഇഷ്ടം പോലെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മളിത് പഠിക്കാതെ കുറച്ച് പഠിച്ചുകൊണ്ട് നടന്നിട്ട് പിന്നെ നമുക്ക് കൺഫ്യൂഷനാണ്. അതിലൊന്ന് ഓർമ്മ വന്നതുകൊണ്ട് പറഞ്ഞോട്ടെ. BSc ഫിസിക്സ് ഫസ്റ്റ് ഇയറേ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും നമുക്കൊരു സംശയം, ഈസ് അലൈവ്, അള്ളാഹു ജീവിച്ചിരിപ്പുണ്ടാവും. സയൻസ് അങ്ങോട്ട് പഠിച്ചിട്ട് BSc ഫസ്റ്റ് ഇയറേ ആയിട്ടുള്ളൂ. എന്നാൽ ഇക്കണ്ട എല്ലാം കഴിഞ്ഞ് PhD കഴിഞ്ഞിട്ട് 26ാമത്തെ PhD ആണ് ഒരു മനുഷ്യന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ പേര് APJ അബ്ദുൽ കലാം. 18 PhD ഉണ്ട് അദ്ദേഹത്തിന്. ഇതൊക്കെ കഴിഞ്ഞിട്ട് APJ അബ്ദുൽ കലാം കുട്ടികളോട് സംസാരിക്കുകയാണ്, ദൈവമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണേ, അതില്ലെന്ന് പറയുന്ന സയൻസ് എല്ലാം സയൻസ് അല്ല എന്ന്. APJയുടെ സ്പീച്ച് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അദ്ദേഹം ഒരു മുസൽമാനായതുകൊണ്ട് മാത്രം പറയല്ല, സയൻസിൻ്റെ എൻഡിലേക്ക് കടന്നിട്ട് അദ്ദേഹത്തിന് തോന്നിയ തോന്നലുകളെ കുറിച്ച് പറയണം. അപ്പോൾ LP സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളുകൾ പറഞ്ഞതാണോ നമ്മൾ കേൾക്കേണ്ടത്, ഇമ്മാതിരി ആൾക്കാർ പറഞ്ഞതാണോ കേൾക്കേണ്ടതെന്ന് സയൻസ് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചേക്കും. ഞാൻ പറയുന്നത് ഒരു ഉസ്താദിൻ്റെ വേദനയെ കുറിച്ചല്ല. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രതിഭ എന്നറിയപ്പെടുന്നത് ആരാ? സ്റ്റീഫൻ ഹോക്കിങ്സ് ആണ്. ഈ 21ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. ദ ബ്രെയിൻ ഓഫ് 21st സെഞ്ച്വറി, 21ാം നൂറ്റാണ്ടിൻ്റെ തലച്ചോറ്. അദ്ദേഹം ദൈവാസ്തിക്യത്തെക്കുറിച്ച് പറയുന്ന സമയത്തൊക്കെയും ഈ പവറിനെ കുറിച്ച്, ടൈമിനെ കുറിച്ച്, സ്പേസിനെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്, എന്തൊക്കെ വന്നാലും നെക്സ്റ്റ് കാലഘട്ടത്തിലെ സയൻറ്റിസ്റ്റുകൾ എന്നെ വിഡ്ഢിയെന്ന് മുദ്ര കുത്തിയാലും ഞാൻ പറയുന്നു, ഈ പ്രപഞ്ചമെല്ലാം നശിച്ചു പോകുന്ന ഒരു കാലം അതിവിദൂരത്തല്ല എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, സയൻസ് കുറച്ച് പഠിക്കുമ്പോഴേക്ക് നമുക്ക് കൺഫ്യൂഷനാണ്. സയൻസിൻ്റെ അങ്ങേതല പഠിച്ചവരാകട്ടെ അതിൻ്റെ ഏറ്റവും വലിയ പ്രയോക്താക്കളായി നിൽക്കുകയും ചെയ്യുന്നു. ഞാനതിലേക്ക് പോകുന്നില്ല, വിവാദങ്ങളിലേക്ക് ഞാനില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ നമ്മുടെ കുട്ടികളെ ആ ഒരു പ്രായം മുതലേ നോക്കി തുടങ്ങണം. ഒന്ന് വളരെ ശ്രദ്ധിക്കണേ, 3 വയസ്സ് വരെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഓർമ്മയൊന്നും ഉണ്ടാകില്ല. പ്രത്യേകിച്ച് 2 വയസ്സ് വരെ ഓർമ്മയേ ഉണ്ടാകില്ല. ആ കുട്ടിയുടെ മനസ്സിലേക്ക് ചില കളറുകൾ ഇങ്ങനെ കയറുകയേ ചെയ്യുള്ളൂ. 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ഓർമ്മയുണ്ടാകില്ല. നിങ്ങൾക്കാർക്കെങ്കിലും ഓർമ്മയുണ്ടോ 2 വയസ്സിന് മുമ്പുള്ളത്? 3500 പ്രാവശ്യമെങ്കിലും നമ്മൾ ഉമ്മയുടെ പാല് കുടിച്ചിട്ടുണ്ടാകും. ഒരു പ്രാവശ്യമെങ്കിലും ഓർമ്മയുള്ളവരൊന്ന് കൈപ്പൊക്കിയാട്ടെ. കൈ പൊക്കിയാൽ മനഃശാസ്ത്രത്തിൽ പറയുക ആ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നുള്ളതാണ്. കാരണം 2 വയസ്സ് വരെ എന്ത് നടന്നു എന്ന് നമുക്ക് ഓർമ്മയില്ല. ഒരു തവണയല്ല, 2 തവണയല്ല, 3500. എന്തായി 3500ൻ്റെ കണക്ക്? സാധാരണ മുലപ്പാൽ കുട്ടിക്ക് കൊടുക്കേണ്ടത് 5 പ്രാവശ്യമാണ്. 5 times in a day. ഏറ്റവും ചുരുങ്ങിയത് 5 പ്രാവശ്യം കൊടുക്കണം എന്നാണ്. 5 × 2 വർഷാണ്ട് കണക്കൂട്ടിയാൽ മതി. ഹൗലൈനി കാമിലൈൻ, പരിപൂർണമായ 2 വർഷം കൊടുക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 വർഷം × 5 നാണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ 3800 മറ്റാവും. ഞാൻ ചുരുക്കിയിട്ടായി പറയുന്നത് 3500. അത്ര പ്രാവശ്യം മുലപ്പാൽ കുടിച്ചിട്ടും ദാ ഈ ഇരിക്കുന്ന പ്രസംഗിക്കുന്ന എനിക്കടക്കം ഓർമ്മയില്ല ഉമ്മയുടെ മുലപ്പാൽ കുടിച്ചത്. അതുകൊണ്ട് 2 വയസ്സ് വരെ കുട്ടികളെ വല്ലാണ്ട് നോക്കണ്ട, പക്ഷെ പേടിപ്പിക്കരുത്. കളർഫുൾ ആയിരിക്കണം ലൈഫ്, കളർഫുൾ. കുട്ടീനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയർത്തിയിട്ട് പേടിപ്പിക്കാൻ പോലും പാടില്ല എന്നാ. 2 വയസ്സിന് മുമ്പേ പേടിപ്പിക്കുന്ന ഒന്നും ഉണ്ടാവരുത്. കുട്ടി പെട്ടെന്ന് നെട്ടുന്ന ഒന്നും ഉണ്ടാവരുത്. കാരണം ആ കുട്ടിയുടെ ഉപബോധ മനസ്സിലേക്ക് ചിലതൊക്കെ കയറും. അത് പിന്നെ ഫിയറായിട്ട് അവിടെ കിടക്കും, ഭയമായിട്ട്.
2 വയസ്സ് കഴിഞ്ഞ് 3ലേക്ക് കടക്കുമ്പോൾ വേറെ രീതിയിലാണ് നോക്കണ്ടേ. ഇത് പിന്നെ ഒരു നഴ്സറി ക്ലാസ്സിൽ, എന്നാലും നമുക്ക് ചെറിയ മക്കളുണ്ടാവുമല്ലോ. 3 വയസ്സിൻ്റെയും 7 വയസ്സിൻ്റെയും ഇടയിൽ കുട്ടികൾക്ക് ധാരാളം കഥ പറഞ്ഞു കൊടുക്കണം. സ്റ്റോറി ടെല്ലിങ്. നമ്മൾ മദ്രസയിൽ പഠിച്ചത് ഓർമ്മയില്ലേ? ഏറ്റവും കൂടുതൽ ഓർമ്മ നിൽക്കുന്നത് ഏതാ? കഥകളാണ്. നിസ്കാരത്തിൻ്റെ ഫർള് എത്രയെന്ന് വെച്ചാൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളും അല്ലാതെ അതിനെ മൊത്തത്തിലുള്ള ഷർത്തും ഫർളും പറയാൻ അറിയുന്ന ആൾക്കാർ എത്ര പേരാണ് ഇവിടെ ഉള്ളത്? ഓർമ്മ പോയി നമുക്ക്, അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? നേരെ മറിച്ചോട്ടെ, യൂസുഫ് നബിയുടെ കഥ ആരെങ്കിലും മറന്നോ? ഇപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ കിണറ്റിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കിടക്കുകയാണ്. അതിമനോഹരമായ അഹ്സനുൽ ഖസസ് കഥകൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെ കുട്ടികൾക്ക്. ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ്, കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ടീച്ചേഴ്സ് ചെയ്യേണ്ട കാര്യം കഥ പറഞ്ഞു കൊടുക്കലാണ്. കഥ പറഞ്ഞു കൊടുക്കുന്ന ടീച്ചേഴ്സിന് വലിയ ഇഷ്ടമാണ് കുട്ടികൾക്ക്. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ടോപ്പ് സ്കൂളുകളിലൊക്കെ മോറൽ വാല്യൂസ് പോലും പഠിപ്പിക്കുന്നത് കഥകളിലൂടെയാണ്. ഉദാഹരണത്തിന് പറയാം, ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കുട്ടികൾ ടൈമിനെ കുറിച്ച്, ടൈം എന്നായിരിക്കും ബോർഡിൽ കൊടുത്തിട്ടുണ്ടാവുക. സമയം. സമയം എന്ന് പറയുമ്പോൾ നമ്മൾ പറയാണ്, സമയം എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ സമയത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരധ്യാപകൻ കുറച്ച് പന്തും കൊണ്ടുവരും. എന്നിട്ട് എന്താക്കും? ആ 4-5 പന്തുകൾ, ടെന്നീസ് ബോളുകൾ ഒരു നല്ല ഒരു ഗ്ലാസിൻ്റെ കുപ്പിയിൽ ഇടും, അഥവാ ഒരു പളുങ്കിലിടും. എന്നിട്ട് ചോദിക്കും, ഇനി ഇവിടെ സ്പേസ് ഉണ്ടോ എന്ന്, സ്ഥലമുണ്ടോ എന്ന്. സ്പേസ് ഇല്ല എന്ന് കുട്ടികൾ പറയും. ഇനി ഒന്നും ഇടാൻ പറ്റില്ല എന്ന് പറയും. കാരണം 5 പന്തിട്ടതോടുകൂടി പളുങ്ക് നിറഞ്ഞു. ആ സമയത്ത് അധ്യാപകൻ ചരൽക്കല്ലുകൾ എടുക്കും. ചരൽക്കല്ലുകൾ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ മുഴുവൻ നിറക്കും. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകും സ്ഥലമില്ലെങ്കിൽ പോലും സ്ഥലം ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അങ്ങനെ പിന്നെ അധ്യാപകൻ ചോദിക്കും, ഇനി ഇവിടെ സ്ഥലമുണ്ടോ എന്ന്. അപ്പോൾ പിന്നെയും കുട്ടികൾ പറയും, ഇതാണ് സ്കിൽ ബേസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റം. അപ്പോൾ കുട്ടികൾ പറയും, നെവർ സർ, നോ നെവർ, ഒരിക്കലും ഇല്ലെന്ന് പറയും. പക്ഷെ ആ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് മണലിട്ടിട്ട് അതിലിട്ടിട്ട് കുലുക്കും. ആ ചരലുകൾക്കുള്ളിലേക്ക് ഒരുപാട് മണലുകൾ ഇറങ്ങും. അപ്പോൾ കുട്ടികളൊന്നും കൂടി അതിശയത്തോടു കൂടി നിൽക്കും. അപ്പോൾ അധ്യാപകൻ പിന്നെ ചോദിക്കും, അപ്പോൾ ഫുള്ള് നിറഞ്ഞു, മണലുണ്ട്, ചരലുണ്ട്, പന്തുണ്ട്, ഇനി അതിൽ സ്ഥലമേ ഇല്ല. പിന്നെ അധ്യാപകൻ ചോദിക്കും, ഈസ് ദെയർ എനി സ്പേസ്, ഇവിടെ എന്തെങ്കിലും സ്ഥലം ഇനി ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഉടനെ കുട്ടികൾ നോ നെവർ എന്ന് തലകാട്ടും. തലയാട്ടുന്ന സമയത്ത് അധ്യാപകൻ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിലേക്ക് ഒഴിക്കും. ആ വെള്ളം ഊർന്നിറങ്ങി ഇതിൻ്റെ എല്ലാം ഉള്ളിൽ നനഞ്ഞങ്ങനെ പിന്നെയും സ്ഥലമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ടൈം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഇങ്ങനെയാണ് പഠിപ്പിക്കുക. എന്നിട്ട് പറയും, നമുക്ക് സമയമില്ലെന്ന് നമ്മൾ പറയും. ഒരുപാട് തിരക്ക് പിടിച്ച് പായുമ്പോൾ സമയമില്ലെന്ന് പറഞ്ഞ് മാതാപിതാക്കളെപ്പോലും കാണാൻ കഴിയില്ലെന്ന് നമ്മൾ പറയും. മക്കളെ, നിങ്ങൾ ഈ ടെന്നീസ് പോലെയാണ്, ടെന്നീസ് ബോൾ ഇട്ടപ്പോൾ സ്ഥലമില്ലെന്ന് പറഞ്ഞില്ലേ, അതേപോലെ നിങ്ങൾക്ക് 4-5 വർക്ക് ഉണ്ടായപ്പോൾ, പഠനം ജോലിയൊക്കെ ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് വേറൊന്നിനും സമയമില്ലെന്ന് നിങ്ങൾ പറയുന്നു. അപ്പോഴാണ് ഞാൻ ചരലിട്ടത്, അപ്പോൾ നിങ്ങൾക്ക് വേറുള്ളതിനും സമയമുണ്ടെന്നർത്ഥം. ഇത് സ്പേസ് ആണെങ്കിൽ അവിടെ സമയം. എന്നിട്ട് പിന്നെ ഞാൻ മണലിട്ടു, പിന്നെയും സമയമുണ്ടെന്നർത്ഥം. പിന്നെ ഞാൻ വെള്ളമൊഴിച്ചു, പിന്നെയും സമയമുണ്ടെന്നർത്ഥം. അതുകൊണ്ട് സമയമില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ മാതാപിതാക്കളെ സന്ദർശിക്കാതിരിക്കല്ലേ, സമയമില്ലെന്ന് പറഞ്ഞ് അയൽവാസിയെ സന്ദർശിക്കാതിരിക്കല്ലേ, സമയമില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ രോഗിയുടെ അടുക്കൽ എത്താതിരിക്കല്ലേ എന്ന് ടൈമിനെ കുറിച്ച് അധ്യാപകൻ പഠിപ്പിക്കുന്നത് ഈ സ്റ്റോറിയിലൂടെയാണ്. പിന്നെ കുട്ടി ഒരിക്കലും സമയമില്ല എന്നുള്ള തിയോളജിയിലേക്ക് പോകില്ല. മാതാപിതാക്കളുള്ള കടപ്പാടിനെ കുറിച്ച് എങ്ങനെയാണ് സ്റ്റോറിയിലൂടെ പഠിപ്പിക്കേണ്ടതെന്നറിയോ? നമുക്ക് മദ്രസയിൽ കുറേ സ്റ്റോറികളൊക്കെ ഉണ്ട്, മനോഹരമായ സ്റ്റോറികൾ നമുക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പം അത്തരം കഥകളുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മദ്രസ പാഠപുസ്തകങ്ങളിൽ ഒരു പാവം മകനോട് വെള്ളമെടുക്കാൻ വേണ്ടി ഒരു ഉമ്മ പറയുന്നു. ആ ഉമ്മ വെള്ളത്തിന് കാത്തിരുന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ വെള്ളമെടുത്ത് വന്നപ്പോഴേക്കും ഉമ്മ ഉറങ്ങുന്നു. ആ ഉമ്മ ഉറങ്ങിപ്പോയ സമയത്ത് ഉമ്മ ഉണരുന്നത് വരെ വെള്ളം കൊണ്ട് ആ മകൻ അവിടെ കാത്തു നിൽക്കുന്നു. ഉമ്മ കുറച്ച് സമയം കഴിഞ്ഞിട്ട് മെല്ലെ ഇങ്ങനെ ഉണരുമ്പോൾ ആ സമയത്ത് മകൻ വെള്ളം കൊണ്ട് നിൽക്കുമ്പോൾ, നീ ഇപ്പോഴും വെള്ളം കൊണ്ട് നിൽക്കുകയാണോ എന്ന് ചോദിക്കുന്നു. മകൻ പറയുന്നത്, ഉമ്മ എഴുന്നേൽക്കുന്ന സമയത്ത് തരാൻ വേണ്ടി ഞാൻ നിൽക്കുകയായിരുന്നു എന്ന്. ചിലപ്പോൾ 1-2 മണിക്കൂർ ആ നൃത്തം നിന്നിട്ടുണ്ടാകാം. ഇങ്ങനെ ആ മാതാവ് അത് സന്തോഷത്തോടു കൂടി കുടിക്കുമ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിച്ച ആ മകൻ പിന്നെ ലോകത്തിലെ വലിയൊരു മനുഷ്യനായി മാറുന്നു എന്ന കഥയിലൂടെ നമുക്ക് മാതാപിതാക്കളെ എങ്ങനെയാണ് വെയിറ്റ് ചെയ്യേണ്ടത് എന്ന്,
അവരൊരു വെള്ളം ചോദിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് സ്റ്റോറിയിലൂടെ നമ്മൾ പഠിക്കുന്നു. ഇങ്ങനെയാണ് കഥകളിലൂടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. നമ്മൾ കഥ പറയാൻ നമുക്ക് സമയമുണ്ടോ? കഥ കേൾക്കാൻ നമുക്ക് സമയമുണ്ടോ? ഇല്ലല്ലോ. ഇപ്പം എല്ലാവരും തോണ്ടുകയാണ്. മലന്ന് വീഴാൻ പോണ കുട്ടി വരെ മൊബൈൽ തോണ്ടിക്കൊണ്ടാണ് മലന്ന് വീഴുന്നത്. ആ ഒരു സമയത്തപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ചെറിയ കുട്ടികൾ കരച്ചിൽ നിർത്തണം, മൊബൈൽ കൊടുത്താൽ മതി. അവനൊന്ന് കരയിപ്പിക്കണമെന്ന് തോന്നുന്നുണ്ടോ, മൊബൈൽ വലിച്ചാൽ മതി. ഇങ്ങനെ ചുരുക്കി പറഞ്ഞപ്പോൾ സ്വിച്ചായി മാറി മൊബൈൽ. കുട്ടിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിയാൽ അലറിക്കരയും, കൊടുത്താൽ ഉടനെ തന്നെ സ്വിച്ച് ഇട്ട പോലെ കരച്ചിൽ നിൽക്കുകയും ചെയ്യും. ടെക്സ്റ്റ് ബുക്ക് അതിൽ നിന്നൊക്കെ ഒന്ന് മാറ്. മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് കഥ പറയും. 7-ാം വയസ്സിൽ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇരുത്തുണ്ട്. അത് 15-ാം വയസ്സിൽ ഇരുന്ന് തരില്ല കേട്ടോ. 15 വയസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന കുട്ടിക്ക് എന്തോരോ കുഴപ്പമുണ്ടെന്നാണ്. താടയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഉമ്മയുടെ കൗതുക കഥകൾ കേൾക്കാൻ ഇങ്ങനെ കണ്ണും നട്ടൊരു ഇരുത്തുണ്ട്. ആ സമയത്ത് കഥ പറഞ്ഞു കൊടുക്കാത്ത മാതാക്കളെ നിങ്ങൾക്ക് നഷ്ടം. ആ സമയത്ത് കിസ്സകൾ പറഞ്ഞു കൊടുക്കാത്ത മാതാക്കളെ, പിതാക്കളെ നിങ്ങൾക്ക് നഷ്ടം. കാരണം ആ കുട്ടിയുടെ ജെന്യൂനായ സമയമാണത്. താടയിൽ കൈവച്ചിട്ട് ഉമ്മ നിങ്ങൾ എത്ര വട്ടം നമ്മുടെ പിന്നാലെ നടന്നു ഉമ്മ കഥ പറഞ്ഞു തരുന്നു. ഇനിയുള്ള തലമുറ അത് പറഞ്ഞ് നടക്കൂല. കാരണം അവർക്ക് കഥയൊക്കെ ഇഷ്ടമില്ല. നിങ്ങളെ കഥയല്ലേ എന്നാ പറയുക. നല്ല നല്ല കഥകൾ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ വരുന്ന 16-ാം തീയതി അവൻ്റെ കല്യാണമാണ്. ഇജാസ് അഹമ്മദ് എൻ്റെ പെങ്ങളുടെ മകനാണ്. യൂസുഫ് നബിയുടെ കഥ പറഞ്ഞു കൊടുത്തിട്ട് കിണറ്റിൽ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്നിട്ട് ഞാൻ ബാക്കി നാളെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഈ കിണറ്റിൽ പിന്നെ കുട്ടി മരിച്ചോ അതോ എടുത്തോ ഒന്നും ഇവൻ അറിയില്ല. ഞാൻ പിന്നെ ആ ദിവസം നീട്ടി കൊണ്ടുപോയി. 2-3 ദിവസം എൻ്റെ പിന്നാലെ നടന്ന് മാമ പറഞ്ഞു കേട്ടി ആ കുട്ടിക്ക് എന്തായി എന്ന് വെച്ചിട്ട്. ചെറിയ മോനാണെന്നവൻ. പണ്ടൊക്കെ അങ്ങനെയുണ്ടല്ലോ. ഉസ്താദുമാർ ക്ഷമിക്കണം കേട്ടോ. ഡിങ്കനും കേരകനും ഓർമ്മയുണ്ടല്ലോ, വായിച്ചതൊക്കെ അല്ലേ. ഡിങ്കനുണ്ട് കാണിക്കുന്ന സമയത്ത് കേരകൻ ഇങ്ങനെ വരുമ്പോൾ തുടരും എന്ന് എഴുതിയിട്ടുണ്ടാവും. അടുത്ത ആഴ്ചയിലെ ലക്കം വരുന്നവരെ പടച്ചോനെ ഡിങ്കൻ എന്തായി, കേരകൻ കൊന്നോ അതോ കേരകനെ ഡിങ്കൻ കൊന്നോ? ഉസ്താദ്മാർക്ക് ചിലപ്പോൾ തിരിയണമെന്നില്ല, നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ മായാവി അത്ര അതിശയല്ല. കാരണം അത് നേരെ കൊണ്ടെങ്ങാണ്ട് എങ്ങനെയെങ്കിലും രാജു രക്ഷപ്പെട്ടിട്ടുണ്ടാവും. തുടർക്കഥകൾ ആളുകൾക്ക് ഇഷ്ടമാണ്. സീരിയലുകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം അധികം സീരിയലൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇരിക്കലും ഉണ്ടാവില്ല. കാരണം ഈ സാധനം വല്ലാണ്ട് അതിന് സമയം ചിലവാക്കൂല. അയൽവാസിയോട് വിളിച്ചു വയ്ക്കലല്ലേ കറണ്ട് പോയാൽ. നമിത മോള് പിന്നെ എന്തായി, ഇവിടെ കറണ്ട് വയ്ക്കണതാ പ്രശ്നം. ഇങ്ങനെ തുടർക്കഥകളിലൂടെ ഇന്നും നമ്മൾ ജീവിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് അതിമനോഹരമായി കഥ പറഞ്ഞു കൊടുത്ത് വളർത്തു നിങ്ങൾ. ദാറ്റ് ഈസ് മൊറാലിറ്റി. ഒരു കുട്ടിയുടെ സുന്ദരമായ കഥ അതാണ്. എൻ്റെ ഉപ്പാപ്പ ചെറുപ്പത്തിലൊരു കഥ പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എവിടെയോ അത് സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട്. ക്ഷമിക്കണം, രണ്ടാമതും ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞോട്ടെ. ആ കഥ ഒരിക്കലും ഇല്ലാത്ത കഥയാകാം. പക്ഷെ നമ്മളെ നന്നാക്കാൻ വേണ്ടി പാപ്പ പറഞ്ഞെന്ന കഥയാണ്. പള്ളിയിലെ പ്രധാനപ്പെട്ട ആളായിരുന്നു. മഹൽ ആദരിച്ചിരുന്ന ആളായിരുന്നു. ഒരു കോടതി പോലെ പടാപ്പുറത്ത് ആളുകൾ വന്നിട്ട് പ്രശ്നത്തിന് വന്നിരുന്ന സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് കഥ പറഞ്ഞു തരും. എനിക്ക് സഹാബാക്കളിൽ ഏറ്റവും ഇഷ്ടം ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. എനിക്ക് പേഴ്സണലി സ്ഥാനം കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്നെ മുകളിൽ. പക്ഷേ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്താ കാര്യം എന്നറിയോ? ഉപ്പാപ്പ എന്നും പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു തആലയുടെ കഥയാണ്. പിന്നെ എനിക്ക് മനസ്സിലായത് പാപ്പാക്കാകെ ഉമർ റളിയല്ലാഹു തആലയുടെ കഥ അറിയുള്ളൂ എന്നുള്ളത്. ഒരു ദിവസം പറഞ്ഞെന്ന കഥ ഉമർ റളിയല്ലാഹു തആല അൻഹുമായി ബന്ധപ്പെട്ടതൊന്നുമല്ല. ഏതോ ഒരു സ്ഥലത്ത് കബറ് മാന്തിയത്രേ. എന്തോ ഒരു കാര്യത്തിന് വേണ്ടി മാന്തിയപ്പോൾ അവിടെ ഒരാളുടെ അത് ഒരു ഏകദേശം ഒരു മാസം മുമ്പ് മരിച്ചു പോയൊരു മനുഷ്യൻ്റെ ഈ കവിളിൻ്റെ ഭാഗത്തിലൂടെ എന്തൊക്കെയോ ഒലിച്ചിറങ്ങുന്ന അവിടെ ഒരു ഈർക്കളും ഇരിക്കുന്നുണ്ട്. ഇല്ലാത്ത കഥ നമുക്കറിയാം. എന്നാലും മൊറാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കഥയാകാം. ആ ഈർക്കൾ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം അതിലൂടെ രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നു. അങ്ങനെ ഏതോ ഒരു മഹാരഥൻ്റെ അടുക്കൽ പോയപ്പോൾ അയാളുടെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാൻ പറഞ്ഞത്രേ. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ അയൽവാസിയുടെ ഈർക്കിൾ അറിയാതെ എടുത്തിട്ട് വായിൽ കുത്തുന്നൊരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്രേ. ചുരുക്കി പറഞ്ഞാൽ ഞാനൊരു 5-6 വയസ്സുള്ള സമയത്ത് കേട്ട കഥയാണ്. ഞാൻ അത്ര വലിയ നല്ല മനുഷ്യനൊന്നുമല്ല കേട്ടോ. എന്നാലും ഞാൻ പറയാം, ബിരിയാണി കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ ടൂത്ത് പിക്ക് ഇല്ല എങ്കിൽ ഏതെങ്കിലും ഒരു കൊള്ളിമൊക്കെ പോകുമ്പോൾ അപ്പോഴേക്കും പാപ്പാനൊക്കെ ഓർമ്മ വരും. സ്റ്റോറിയുടെ പവറാണ്. നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ പവറാണ്.
ഒരാളുടെയും ഈർക്കിലെടുക്കരുത് എന്ന് ഇതിനേക്കാൾ നല്ല ഒരു കഥയിലൂടെ ഇനി മഹാരഥന്മാർക്ക് പറഞ്ഞു തരാനില്ല. ഞാൻ പറഞ്ഞു തരുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടികൾക്ക് കൊച്ചുനാൾ മുതൽ മൊറാലിറ്റി പഠിപ്പിക്കണം. എന്തിനാണ് നമ്മൾ മദ്രസയിലേക്ക് വിടുന്നത്? മതപാഠശാലയിലേക്ക് ഇന്ന് ആളുകൾക്ക് അതൊക്കെ ഒരു വെറുപ്പാണ്. ഇന്ന് അത്ര മാറി നിങ്ങൾ നോക്കിക്കോ, ലോകത്തിൻ്റെ ഏറ്റവും ടോപ്പ് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലെ ബ്ലെൻഡഡ് സിസ്റ്റം എന്ന് പറയുന്നൊരു സിസ്റ്റമുണ്ട്. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ എഴുതി വെച്ചോ. എന്ന് വെച്ചാൽ 4 എഡ്യൂക്കേഷനുകളെ ഒന്നിച്ച് ഒരു കുട്ടിയിൽ കൊണ്ടുവരലാണ് ബ്ലെൻഡിങ്. നമ്മളിപ്പോൾ ഒട്ടുമാവൊക്കെ ബ്ലെൻഡ് ചെയ്യലാണല്ലോ. ഇതേപോലെ കൊലാബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു കുട്ടിയുടെ ഫിസിക്കൽ വളർച്ചയെയും ഇമോഷണൽ വളർച്ചയെയും ഇൻ്റലക്ച്വൽ വളർച്ചയെയും സ്പിരിച്വൽ വളർച്ചയെയും ഒരേ ആളിൽ സന്നിവേശിപ്പിക്കുന്നതിൻ്റെ പേരാണ് ഈ പറയുന്ന കൊലാബറേഷൻ. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു കുട്ടി നന്നായിട്ട് എക്സസൈസ് ചെയ്യണം, ഓടണം, ചാടണം, ഫിസിക്കലി ഫിറ്റായിരിക്കണം. അപ്പോൾ ആ കുട്ടിയുടെ ഭക്ഷണങ്ങൾ, അവൻ്റെ വസ്ത്രങ്ങൾ, അതേപോലെ തന്നെ അവൻ്റെ കിടപ്പ്, അവൻ്റെ ഉറക്കം, അതിൻ്റെ സമയങ്ങൾ, അവൻ കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ റേഷ്യോ, അവൻ മുട്ട കഴിക്കണോ, ഡെയിലി എത്ര കഴിക്കണം എന്നുള്ള കാര്യങ്ങൾ മുതൽ എല്ലാം ഒരു ഉമ്മ അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിയുമ്പോഴാണ് ഫിസിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവുക. ദാറ്റ് ഈസ് ഫിസിക്കൽ ഗ്രോത്ത്. ഒരു കുട്ടിയുടെ ശാരീരിക വളർച്ച എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ശാരീരിക വളർച്ച നന്നായിട്ട് വളരണം. അപ്പോൾ കുട്ടിക്ക് ഒബീസിറ്റി ഉണ്ടാകുന്നു എന്ന് വെക്കുക. ഉദാഹരണത്തിന് വയറ് ചാടി വരുന്നു. എന്താണ് അതിൻ്റെ കാരണമെന്ന് ഒരു അമ്മ എന്താക്കണ, ഒരു ഉമ്മ അതിനെക്കുറിച്ചിട്ട് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ആ കുട്ടി കൂടുതൽ അരിഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണോ, അതോ ഇളകാത്തത് കൊണ്ടാണോ, വെറും മൊബൈലിരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണോ? ചെറിയ കുട്ടികൾക്ക് പോലും ഇപ്പോൾ കുംഭവയറായി തുടങ്ങി. പണ്ട് ചെറിയ കുട്ടികൾക്കൊന്നും ഈ സാധനം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ ചെറിയ മക്കൾക്ക് 8ഉം 9ഉം വയസ്സായ കുട്ടികൾക്ക് കാണും കുംഭ. കാരണം എന്തുകൊണ്ടാണ്? ഇളകുന്നേ ഇല്ല. കുട്ടികൾ ഇളകി മറിയേണ്ട ആൾക്കാരല്ലേ. ഇത് ഉമ്മൻ്റെ മൊബൈലും കൊണ്ടാണ് പോവാണ്. കൊറോണ വരെ ഉമ്മനോട് കുട്ടികൾ മൊബൈൽ വയ്ക്കലായിരുന്നു. ഉമ്മ മൊബൈലൊന്ന് തരുമെന്ന്. കൊറോണയ്ക്ക് ശേഷം ഉമ്മ കുട്ടികളോട് ആണ്ട് ചോദിക്കുകയാണ്, മോനെ മൊബൈലൊന്നിട്ട് കാട്ടിക്കാന്ന്. കാരണം കൊറോണയിൽ കുട്ടികൾ മൊബൈലിൻ്റെ അധിപന്മാരായി മാറി. 24 മണിക്കൂർ അവർ അതിന്മേൽ തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കായി മാറി.